وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. حافظ ابن رجب رحمه الله بيان فضل علم السلف എന്ന റിസാലയിൽ തുടർന്ന് പറയുന്നു. ومن ذلك أعني محدثات الأمور. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഭാഗത്ത് അദ്ദേഹം അവസാനമായി പറഞ്ഞത് എന്തായിരുന്നു? ഉപദ്രവകരമായ ഇൽമിന്റെ ഉദാഹരണങ്ങൾ പറയുകയായിരുന്നു. സ്വന്തം നിലക്ക് തന്നെ പഠിച്ച ആളുകളുടെ അമലിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ സ്വന്തം തന്നെ ഉപദ്രവകാരിയായിട്ടുള്ള ഇൽമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഖദറിനെ കുറിച്ച് മുഅ്തസില, ഖദരിയ്യ അവരുണ്ടാക്കിയ പുതിയ വാദങ്ങൾ. അതിൽപ്പെട്ടതാണ് ഇതുപോലെ ഉപദ്രവകരമായ അറിവുകളിൽപ്പെട്ടതാണ് മാ അഹ്ദസഹുൽ മുഅ്തസിലതു വമൻ ഹദാ ഹദ്വഹും. മുഅ്തസിലത്തും അവരെ പിന്തുടർന്നവരായ ചില കക്ഷികളും. ഇവിടെ ഹഫീദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കലാമിൽ പല സ്ഥലത്തും മുഅ്തസിലത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് വമൻ ഹദാ ഹദ്വഹും അവരെ പോലെയുള്ളവരെന്ന് പറയും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അശ്അരികളാണ്, അശാഇറ. അവരെ കുറിച്ച് അവരുടെ പേര് പറയാതെയാണ് മുഅ്തസിലത്തിനെ പോലെയുള്ളവർ എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു റജബ് സംസാരിക്കുക. കാരണം അന്നത്തെ കാലത്ത് അവർക്കായിരുന്നു അധികാരം. അതുകൊണ്ട് അവരുടെ ഷർറ് പേടിച്ചിട്ടായിരിക്കാം അദ്ദേഹം അവരുടെ പേര് എടുത്തു പറയാത്തത്. എന്തായാലും അവരുടെ വാദങ്ങൾക്ക് ശക്തമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അവർ കൊണ്ടുവന്ന പുതിയ ഇൽമ്? മറ്റൊരു ഇൽമ് മിനൽ കലാമി ഫീ ദാത്തില്ലാഹി തആല വസിഫാതിഹി ബിഅദില്ലത്തിൽ ഉഖൂൽ. അഖ്ല് അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അവർ നടത്തിയ സംസാരം. വഹുവ അശദ്ദു ഖതറൻ മിനൽ കലാമി ഫിൽ ഖദർ. നേരത്തെ നമ്മൾ പറഞ്ഞ ഖദറിനേക്കാളും അപകടമാണ് ഇത്. ലിഅന്നൽ കലാമ ഫിൽ ഖദരി കലാമുൻ ഫി അഫ്ആലിഹി. കാരണം ഖദറിനെ കുറിച്ചുള്ള സംസാരം അല്ലാഹുവിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാഹുവിന്റെ ഫിഅലിനെ കുറിച്ചാണ്. വഹാദാ കലാമുൻ ഫി ദാതിഹി വസിഫാതിഹി. എന്നാൽ അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും പറയുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. അല്ലാഹുവിന്റെ ഫിഅലിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഗൗരവമാണ് അവന്റെ ദാത്തിനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഅ്തസിലത്ത് അവര് നമുക്കറിയാം അല്ലാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ചവരാണ്. അവരുടെ അഖ്ലിയായ തെളിവുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർ പറയുന്നത് അല്ലാഹുവിന്റെ സിഫത്തുകൾ അഖ്ലിന് യോജിക്കുന്നതല്ല. അല്ലാഹുവിന്റെ സിഫത്തുകൾ വിശ്വസിച്ചാൽ അത് അല്ലാഹുവിന് കുറവാണ്, അല്ലാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാണ്. അല്ലാഹു അർശിന് മുകളിലാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള സിഫത്തുകൾ അല്ലാഹുവിനെ സ്ഥിരപ്പെടുത്തിയാൽ അല്ലാഹുവിനെ മനുഷ്യരോട് ഉപമിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിക്കാൻ തുടങ്ങി. പറയുന്നു ഇത്തരക്കാരെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. അഹദുഹുമ, ഒന്നാമത്തെ വിഭാഗം, മൻ നഫഅ കസീറൻ മിമ്മ വറദ ബിഹിൽ കിതാബു വസ്സുന്നത്തു മിൻ ദാലിക്. ഖുർആനിലും സുന്നത്തിലും വന്ന ധാരാളം സിഫാത്തുകളെ നിഷേധിച്ച ആളുകളുണ്ട്. ലിത്തശ്ബീഹി ബിൽ മഖ്ലൂഖീൻ, മഖ്ലൂഖീങ്ങളോട് ഉപമിക്കലാകും എന്ന് പേടിച്ചുകൊണ്ട്. കഖൗലിൽ മുഅ്തസിലത്തി, ഉദാഹരണമായി മുഅ്തസിലത്ത് അവർ പറഞ്ഞു, മുഅ്തസിലിയാക്കൾ പറഞ്ഞു, ലൗ റുഇയ, അല്ലാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ ഒരു സിഫത്താണ് യുറ, അല്ലാഹു കാണപ്പെടും എന്നുള്ളത്. അത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. അപ്പൊ അവർ പറഞ്ഞു അല്ലാഹുവിനെ കാണാൻ സാധ്യമല്ല, ആഖിറത്തിൽ വെച്ച് മനുഷ്യൻ അല്ലാഹുവിനെ കാണും. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? അല്ലാഹുവിനെ കാണാൻ സാധ്യമല്ലെന്ന്. ലൗ റുഇയ, കാണാൻ സാധിക്കുമെങ്കിൽ, ലകാന ജിസ്മൻ, അവൻ ജിസ്മാണ് എന്ന് പറയേണ്ടി വരും, ഒരു തടിയാണ് എന്ന് പറയേണ്ടി വരും. എന്താണ് ജിസ്മ എന്നതിന്റെ അർത്ഥമെന്ന് വിശദീകരിക്കാം. ലിഅന്നഹു ലാ യുറാ ഇല്ലാ ഫീ ജിഹ. കാരണം കാഴ്ച എന്ന് പറയുന്നത് ഒരു ജിഹത്തിലേക്ക്, ഒരു ദിശയിലേക്കേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു ദിശയിലേക്ക് അവനെ കാണുക എന്ന് പറഞ്ഞാൽ അവൻ ജിസ്മാണ്, ഒരു ശരീരമാണ് എന്ന് വരും. വഖൗലുഹും, അതുപോലെ തന്നെ അവർ പറഞ്ഞു, ഇതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വഖൗലുഹും, അതുപോലെ തന്നെ അവർ വാദിച്ചു, ലൗ കാന ലഹു കലാമുൻ യുസ്മഅ ലകാന ജിസ്മൻ. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന് കലാം എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്, സംസാരം എന്ന് പറയുന്ന സിഫത്തുണ്ട്, അഥവാ അല്ലാഹു സംസാരിക്കും എന്ന് വിശ്വസിച്ചാൽ ഇതുപോലെ തന്നെ ലകാന ജിസ്മൻ, അവൻ ജിസ്മാണ് എന്ന് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സിഫത്തുകൾ വിശ്വസിച്ചാൽ അവൻ ഒരു ശരീരമാണ്, ജിസ്മാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ മുജസ്സിമത്താവാൻ പാടില്ല, അല്ലാഹുവിനെ ശരീരമുള്ളവനെന്ന് വിളിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഈ സിഫത്തുകളൊക്കെ നമ്മൾ നിഷേധിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വവാഫഖഹും മൻ നഫൽ ഇസ്തിവ, അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ നിഷേധിച്ച ഒരു കൂട്ടരുണ്ട്, അർശിന് മുകളിലായിരിക്കുക എന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ. വനഫൗഹു ലിഹാദിഹി ശുബ്ഹ, അവരും ഇതേ
കാരണം പറഞ്ഞിട്ടാണ് നിഷേധിച്ചത്. എന്താണ് കാരണം? അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാകും എന്ന് പറഞ്ഞു. വഹാദാ ത്വരീഖുൽ മുഅ്തസിലത്തി വൽ ജഹ്മിയ്യ, ഇത് മുഅ്തസിലിയാക്കളുടെയും ജഹ്മിയാക്കളുടെയും മാർഗമാണ്. ഇവിടെയും ഇസ്തിവാനെ നിഷേധിച്ചത് ആരാണെന്ന് പറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അശ്അരികളാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കന്ന് അധികാരവും സ്വാധീനവും ഉള്ളത് കൊണ്ടാണ് അവരുടെ പേര് അദ്ദേഹം പറയാതിരുന്നത്. എന്നിട്ട് ഇബ്നു റജബ് റഹിമഹുല്ലാ ഇവർക്കുള്ള മറുപടി പറയുകയാണ്. വഖദ് ഇത്തഫഖ സലഫ്. നോക്കൂ നിങ്ങൾ, ഇബ്നു റജബ് തെളിവ് പിടിക്കുന്നത് സലഫുകളുടെ ഇത്തിഫാഖാണ്. അതാണ് ഒന്നാമത്തെ തെളിവ്. അല്ലെ, നമ്മൾ ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികളെ അവരുടെ വിദ്യാർത്ഥികൾക്ക് മറുപടി പറയുമ്പോൾ അവരുടെ വാദങ്ങൾ ശരിയല്ല എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അവർ ബുദ്ധിക്ക് നിരക്കാത്തത് എന്ന് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് നിരക്കാത്തതല്ല. പക്ഷെ അതിനു മുമ്പായി ഒന്നാമത്തെ തെളിവ് എന്താണ് നമ്മുടെ മുന്നിൽ? ഇത്തിഫാഖു സലഫ്. അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല, നമ്മുടെ അടിസ്ഥാനം എന്താണ്? സലഫുകളുടെ ഇത്തിഫാഖ് നമ്മുടെ ഹുജ്ജത്താണ്, തെളിവാണ്. ഒരു ആയത്ത് തെളിവായതുപോലെ, ഒരു ഹദീസ് തെളിവായതുപോലെ നമുക്ക് ദീനിൽ ഹുജ്ജത്താണ് സഹാബത്തിന്റെ തെളിവ്, സഹാബത്തിന്റെ ഇജ്മാ. ഇപ്പൊ ഇങ്ങനെയുള്ള എന്ത് തർക്കുത്തരം അയാൾ ചോദിച്ചാലും നമുക്ക് തിരിച്ചു പറയാനുള്ളത്, സഹാബത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു എങ്ങനെ ഇറങ്ങും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം വളരെ ലളിതമാണ്. അതിന് ധാരാളം മറുപടികളുണ്ട്. പല രൂപത്തിൽ അവരെ നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും മിനിമം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന, എല്ലാവർക്കും പറയാവുന്ന മറുപടി ഇതാണ്. സലഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടാണ് ഖവാരിജുകളുമായുള്ള സംവാദത്തിന്റെ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖവാരിജുകളുമായി സംവാദത്തിന് പോയി. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞത് എന്താണ്? നമുക്കറിയാം, ഖവാരിജുകൾ പ്രത്യക്ഷപ്പെട്ടത് താബിഈങ്ങളുടെ കാലത്താണ്. സഹാബത്തും ബാക്കിയുണ്ട്, താബിഈങ്ങളുമുണ്ട്. അക്കാലത്ത് ഖവാരിജുകൾ ഇങ്ങനെ ടെൻഡടിച്ച് അവര് മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കി, അവർ മാത്രമാണ് മുസ്ലിങ്ങളെന്ന് വാദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് പോയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സഹാബത്തിന്റെ അടുത്ത് നിന്നാണ്. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് ഞാൻ സഹാബിയാണെന്നല്ല പറയുന്നത്, ഞാൻ വരുന്നത് സഹാബത്തിന്റെ അടുത്ത് നിന്നാണ്. നിങ്ങളുടെ കൂട്ടത്തെ ഒരു സഹാബിയും കാണുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സഹാബിയും അവരുടെ കൂടെ ഇല്ല, സഹാബത്ത് മുഴുവൻ ഇത്തിഫാക്കായിരിക്കുന്നു ഇവർ ശരിയല്ല എന്നതിന്. അതുകൊണ്ടാണ് ആരും സഹാബത്ത് അവിടെ ഇല്ലാത്തത്. അപ്പൊ സഹാബത്തിന്റെ ഇജ്മാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തെളിവാക്കുകയാണ്, ഇവർ ദുല്ലാലുകളാണ്, പഴച്ചവരാണ് എന്നതിന്. അതുപോലെയാണ് ഇബ്നു റജബ് ഇവിടെ പറയുന്നത്. വഖദ് ഇത്തഫഖ സലഫ്, സലഫുകൾ ഏകോപിച്ചിരിക്കുന്നു അലാ തബ്ദീഇഹിം വതദ്ലീലിഹിം, ഇവർ അഹ്ലുസുന്നത്തിന് പുറത്താണ്, ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും കക്ഷികളാണ് എന്ന കാര്യത്തിൽ. ആരാണ് ഈ പറഞ്ഞ അല്ലാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്നവർ? വഖദ് സലക സബീലഹും ഫീ ബഅദിൽ ഉമൂർ, ഈ ആളുകളുടെ മാർഗം പിന്തുടർന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. കസീറും മിമ്മൻ ഇൻതസബ ഇല സുന്നത്തി വൽ ഹദീസ് മിനൽ മുതഅഖിരീൻ, പിൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരായ പല ആളുകൾ പോലും. അപ്പോ അശ്അരികളിൽ ഹദീസ് പണ്ഡിതന്മാരുണ്ട്, ധാരാളം ഹദീസ് പണ്ഡിതന്മാരുണ്ട്, മുഫസ്സിരീങ്ങളുണ്ട്. അതൊരിക്കലും അവർ പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്നതിനുള്ള തെളിവല്ല. കാരണം സലഫുകൾ ഏകോപിച്ചു കഴിഞ്ഞാൽ ഹക്കും ബാത്തിലും വേർതിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആരൊക്കെ പറഞ്ഞാലും ബാത്തില് ഹക്ക് ആവാൻ പോകുന്നില്ല. ഇനി ഇതാണ് ഒന്നാമത്തെ മറുപടി. സലഫുകൾ ഏകോപിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളിലും വിശ്വസിച്ചു കൊള്ളണം എന്നത്. ഇനി വിശദമായ മറുപടി അതിനുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകൾ അവന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ ഉപമിക്കലാകും, സൃഷ്ടികളോട് ഉപമിക്കലാകും എന്നാണ് അവർ വാദിക്കുന്നത്. അള്ളാഹുവിന് ശബ്ദം ഉണ്ട്, ശബ്ദത്തോടു കൂടിയ സംസാരമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ പോലെയായി എന്നാണ് അവർ പറയുന്നത്. ഇതിനുള്ള മറുപടി എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അൽ കലാമു ഫി ബഅദ് സിഫാത്ത് കൽ കലാമി ഫി കുല്ലി സിഫാത്ത്, അതുപോലെ തന്നെ അൽ കലാമു ഫി സിഫാത്ത് കൽ കലാമി ഫി ദാത്ത്. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്നത് അവന്റെ ദാത്തിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു എന്ന് പറയുന്ന ഒരുത്തനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പൊ ഉണ്ടായിരിക്കുക, വുജൂദ്, അസ്തിത്വം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണെന്നതിൽ തർക്കമില്ല. അല്ലെങ്കിൽ അള്ളാഹ് ഇല്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹ് ഉണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അപ്പൊ ഉള്ളവനായിരിക്കുക എന്ന വിശേഷണം, ഞാനും ഉള്ളവനാണ്, അള്ളാഹുവും ഉള്ളവനാണ്, ഞാൻ മൗജൂദാണ്, നമ്മളെല്ലാവരും മൗജൂദാണ്, റബ്ബും മൗജൂദാണ്. വുജൂദ് എന്നത് എല്ലാവർക്കുമുള്ള സിഫത്താണ്. പക്ഷെ അള്ളാഹുവിന്റെ വുജൂദ് വേറെ, നമ്മുടെ വുജൂദ് വേറെ അല്ലേ? അതുപോലെ ഹയാത്ത്, നമുക്ക് ജീവനുണ്ട്, അള്ളാഹു ഹയ്യാണ്, അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു ഹയ്യാണ്. വഖലഖ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ഹയ്യായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും അവൻ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ സൃഷ്ടികളെ കുറിച്ച് ഹയ്യ് എന്ന് അള്ളാഹു വിളിച്ചിട്ടുണ്ട്, അവനെ കുറിച്ചും ഹയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലും ആർക്കും തർക്കമില്ല, ഒട്ടുമിക്ക മുസ്ലിമീങ്ങൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. സിഫാത്തുകൾ നിഷേധിക്കുന്നവരിലും ബഹുഭൂരിപക്ഷം അംഗീകരിക്കുന്നതാണ് ഹയാത്ത് എന്നുള്ള സിഫത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ഹയാത്ത് നമ്മുടെ ഹയാത്ത് പോലെയാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല. എന്താണ് വ്യത്യാസം? അള്ളാഹുവിന് ദാത്തുണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അള്ളാഹുവിന്റെ ദാത്ത് നമ്മുടെ ദാത്ത് പോലെയാണോ? അല്ല.
അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ഒരു സിഫത്ത് നിഷേധിച്ചാൽ എല്ലാം നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നിഷേധികളുടെ കൂട്ടത്തിൽ നിഷേധം തുടങ്ങുന്നത് എങ്ങനെയാണ്? അള്ളാഹിനെ പുകഴ്ത്താൻ വേണ്ടിയാണ്. കാരണം അള്ളാഹ്ക്ക് സമഉണ്ട്, അള്ളാഹ്ക്ക് ശബ്ദമുണ്ട്, അള്ളാഹുവിന് കലാമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് കുറച്ചിലാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അവർ സ്വീകരിച്ച മാർഗം ശരിയായില്ല. അവരുടെ ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അവർ സ്വീകരിച്ച മാർഗം സലഫുകൾ ഏകോപിച്ചതിനെതിരായ മാർഗമാണ്. അതുകൊണ്ട് അവർ അവസാനം എത്തിയത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും നിഷേധിച്ച് വലിയ നിഷേധികളുണ്ട്. അവർ ചെറിയ നിഷേധികളോട് ചോദിക്കുന്നത് എന്താണ്? ബാത്തിനിയാക്കളായിട്ടുള്ള ഇസ്ലാമിന്റെ പുറത്തുള്ള കക്ഷികളാണ്. മുസ്ലിം എന്ന് പറയപ്പെടുന്ന ചില കക്ഷികൾ ഈ ജഹ്മിയാക്കളെ പോലെയുള്ള ഷാഇറത്തിനെ പോലെയുള്ള നിഷേധികളോട് ചോദിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞ ചോദ്യം തന്നെ. അള്ളാഹുവിന് വുജൂദുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അള്ളാഹു ഉള്ളവനാണ്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഉള്ളവനാണെന്ന് പറയരുത്. അള്ളാഹു മഅദൂമാണ്, ഇല്ലാത്തവനാണെന്ന് പറയണം, എന്നാലേ ശരിയാവുകയുള്ളൂ. അപ്പൊ ശുദ്ധമായ നിരീശ്വരവാദം, ഇൽഹാദ് അതിലെത്തി. എന്നിട്ടോ ഞാൻ പറയുന്നത് ഈ സിഫത്ത് നിഷേധിക്കുന്ന ആളുകൾ മുൽഹിദീങ്ങളാണെന്നല്ല, പക്ഷെ അവരുടെ ആ വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൽഹാദ് വാദിച്ച ആളുകളുണ്ട്. പിന്നെയും വന്നിട്ടുണ്ട് ചില കക്ഷികൾ, ഇതിന്റെ അപ്പുറത്തുള്ളവർ. അവർ പറഞ്ഞത് അള്ളാഹു ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അതും ഒരു സിഫത്താണല്ലോ, അപ്പൊ അതും നിഷേധിക്കണം. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നറിയില്ല എന്ന് പറയണം, എന്നാലേ ശരിയാവുകയുള്ളൂ. ഞാൻ അതിനെന്തെങ്കിലും തർക്കുത്തരം ഉണ്ടോ എന്നറിയില്ല. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹി അമ്മാ യഖൂലൂന ഉലുവൻ കബീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അപ്പൊ ഇതാണ് അവരുടെ ചോദ്യത്തിനുള്ള മറുപടി. അള്ളാഹുവിന്റെ ദാത്ത് എപ്രകാരം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണോ, എന്നിട്ടും നമ്മൾ ദാത്തിൽ വിശ്വസിക്കുന്നുവോ അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകളിലും നമ്മൾ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ഇതാണ് നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ മറുപടി. ഇനി ഇബ്നു റജബ് റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു വസ്സാനി. അപ്പൊ ഒന്നാമത്തെ കക്ഷി ഇതാണ്, അവര് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കരുത് എന്ന കാര്യത്തിൽ അമിതമായി പരിധി വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിച്ചു. രണ്ടാമത്തെ കക്ഷി വസ്സാനി മൻ റാമ ഇസ്ബാത ദാലിക ബിഅദില്ലത്തിൽ ഉഖൂൽ. യുക്തി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകൾ അവർ സ്ഥാപിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ സിഫത്തുകൾ അംഗീകരിക്കുന്നതിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിധി വിടാൻ തുടങ്ങി. അല്ലത്തി ലം യരിദ് ബിഹൽ അസ്ഹർ. ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവുകളല്ല അവർ പറയുന്നത്. യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യും, അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. വറദ്ദ അലാ ഉലൈക മഖാലതഹും. അങ്ങനെ അവർ ആദ്യം പറഞ്ഞ കൂട്ടർക്ക് മറുപടി പറയാൻ തുടങ്ങി. കമാ ഹിയ തരീഖത്തു മുഖാത്തിൽ ബിൻ സുലൈമാൻ വമൻ താബഅഹു കനൂഹ് ബിൻ അബി മർയമ വതാബഅഹു ത്വായിഫത്തു മിനൽ മുഹദ്ദിസീന ഖദീമൻ വഹദീസ. എന്നിട്ട് ചില പേരുകൾ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ മുൻഗാമികൾ പലരും ഈ വാദത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. വഹു അയ്ളൻ മസ്ലകുൽ ഖറാമിയ്യ. ഖറാമികൾ ഇതിൽപ്പെട്ടവരാണ്. ഫമിൻഹും മൻ അസ്ബത ലിഇസ്ബാതി ഹാദിഹി സിഫാത്തിൽ ജിസ്മ ഇമ്മാ ലഫ്ളൻ വഇമ്മാ മഅന. അങ്ങനെ അവർ പറയാൻ തുടങ്ങി അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറയാൻ തുടങ്ങി. ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് നമ്മൾ കാണുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണല്ലോ ആദ്യത്തെ കൂട്ടർ പറഞ്ഞത്. എന്നിട്ട് അവർ ഈ സിഫത്തുകളൊക്കെ നിഷേധിച്ചു. അപ്പൊ ഇക്കൂട്ടർ അതിന് മറുപടിയായിട്ട് അള്ളാഹുവിന് ജിസ്മുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ജിസ്മ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട്. വമിൻഹും മൻ അസ്ബത ലില്ലാഹി സിഫാത്തിൻ ലം യഅതി ബിഹൽ കിതാബു വസ്സുന്നഹ്. ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ലാത്ത സിഫത്തുകൾ അവർ അള്ളാഹുവിന്റെ മേൽ ആരോപിക്കാൻ തുടങ്ങി. കൽ ഹറക, ചലനം എന്നതുപോലെ. വഗൈറു ദാലിക മിമ്മ ഹിയ ഇൻദഹു ലാസിമു സിഫാത്തി സാബിത. അവർ പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന് ഇന്ന സിഫത്തുകളൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയുന്നത്. വഖദ് അൻകറ സലഫു അലാ മുഖാത്തിലിൻ ഖൗലഹു ഫി റദ്ദിഹി അലാ ജഹം ബിഅദില്ലത്തിൽ അഖൽ. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജഹ്ം ബിൻ സഫ്വാൻ മറുപടി പറയുമായിരുന്നു മുഖാത്തിൽ ബിൻ സുലൈമാൻ. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തെളിവുകൾ കാരണമാണ് ഈ വാദമൊക്കെ പറയേണ്ടി വന്നത്. അത് സലഫുകൾ എതിർത്തിട്ടുണ്ട്. വബാലഗു ഫി തഅനി അലൈഹി. അവർ ശക്തമായി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. വമിൻഹു മൻ ഇസ്തഹല്ല ഖത്ലഹു. അവരിൽ ചിലർ അദ്ദേഹത്തെ കൊല്ലാൻ ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു. മിൻഹു മക്കി ഇബ്നു ഇബ്രാഹിം ഷെയ്ഖുൽ ബുഖാരി വഗൈരിഹി. ഇമാം ബുഖാരിയുടെ ഷെയ്ഖായ മക്കി ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് അവരൊക്കെ അദ്ദേഹത്തെ എതിരെ ഈ ശിക്ഷ നടപ്പിലാക്കാൻ ഫത്വ കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ മുഖാത്തബ് ബിൻ സുലൈമാന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള തെളിവുകൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത്. പക്ഷേ ഖുർആന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ അഫറുകളുടെയും വെളിച്ചത്തിൽ നോക്കിയാൽ, ചിന്തിച്ചാൽ ഇത് പൂർണ്ണർത്ഥത്തിൽ ശരിയല്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളത് പൂർണ്ണമായും വിലക്കപ്പെട്ട കാര്യമല്ല, മറിച്ച് അനുവദിക്കപ്പെട്ട അവസ്ഥയുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യത്തിൽ ഖിയാസ്, ബുദ്ധി ഉപയോഗിച്ചുള്ള ചിന്ത അനുവദിച്ച മേഖലയുണ്ട്. അതെന്താണ്? അൽ ഖിയാസ് അൽ ഔലവി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്?
ഖിയാസ് അൽ ഔലവി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് അതിനേക്കാൾ പ്രസക്തമായ മറ്റു സാഹചര്യത്തിൽ എന്തായാലും അത് സ്ഥിരപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത്. അപ്പൊ അവരെ അടിക്കരുത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മിൻ ബാബിൻ ഔല, അത് കൂടുതൽ പ്രധാനമാണ്. അടിക്കരുത് എന്നുള്ളത് കൂടുതൽ ഉറപ്പാണ്, അടിക്കാൻ പാടില്ല എന്നുള്ളത്. അവരോട് മോശമായ ഒരു വാക്ക് പറയരുത് എന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായി ഉപദ്രവിക്കരുത് എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രക്രിയക്കാണ് അൽ ഖിയാസുൽ ഔലവി എന്ന് പറയുന്നത്. ഈ കാര്യം ഇങ്ങനെയാണെങ്കിൽ മറ്റേത് അതിനേക്കാൾ ഉറപ്പാണ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തിൽ അൽ ഖിയാസുൽ ഔലവി അനുവദിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഖുർആനും സുന്നത്തിലും പറയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാം. ഇതുപോലെ ഒരു കാര്യം മനുഷ്യരുടെ കാര്യത്തിൽ ഖമാലാണെങ്കിൽ, പൂർണ്ണതയാണെങ്കിൽ, നല്ല സിഫത്താണെങ്കിൽ അത് അള്ളാഹുവിന് ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ പൂർണ്ണതയായിരിക്കണം. ഇപ്പോ ചില കാര്യങ്ങൾ മനുഷ്യർക്ക് ചില സമയത്ത് പൂർണ്ണതയായിരിക്കും, ചില സമയത്ത് അത് ന്യൂനതയായിരിക്കും. ഉദാഹരണത്തിന് മക്കളുണ്ടാവുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചൊരു പൂർണ്ണതയാണ്. മക്കളില്ലാത്ത ആളുകളെ ജനങ്ങൾ ഒരു കുറച്ചിലായിട്ടാണ് കാണുക, അവനൊരു നഷ്ടം വന്നതായിട്ടാണ് കാണുക. പക്ഷെ മക്കളുണ്ടാവുക എന്നുള്ളത് എല്ലാ നിലക്കും ഒരു കമാലാണോ? അല്ല. കാരണം ഈ മക്കളെ പിന്നീട് ആശ്രയിക്കും, അതിനുവേണ്ടിയാണ് മക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ ഇവന്റെ സിഫത്തുകൾ മക്കളിലേക്ക് പകരും. അതോടുകൂടി ഇവന് ഒരു കുറവാണ്, കാരണം അവനെ പോലെ മറ്റൊരാൾ കൂടി ഭൂമിയിലുണ്ട്, അതൊക്കെ കുറച്ചിലാണ്. അപ്പൊ മക്കളുണ്ടാവുക എന്നുള്ളത് എല്ലാ നിലക്കും പൂർണ്ണതയല്ല. നേരെ മറിച്ച് എല്ലാ നിലക്കും പൂർണ്ണതയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സംസാരിക്കുക എന്നുള്ളത് പൂർണ്ണതയാണോ ന്യൂനതയാണോ? സംസാരിക്കാൻ കഴിവുണ്ടാവുക എന്നുള്ളത് പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് സംസാരിക്കാത്ത ആള്, ഇപ്പൊ നമുക്ക് ഒരാള് പിന്നെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ഒരു വിവാഹാലോചന വന്നു, സംസാരിക്കാൻ കഴിവില്ലാത്ത ആളാണ്, പറയാതെയാണ് അത് അവര് ആലോചനയായി വന്നതെങ്കിലോ അതൊരു കുറവായിട്ട് കണ്ട് ചിലപ്പോ തള്ളിക്കളയും. എന്തുകൊണ്ടാണ്? അത് ന്യൂനതയാണ്. സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഐബാണ്. അത് ഒരു കമാലാകുന്ന സാഹചര്യമില്ല. സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് പൂർണ്ണതയാണ്. സംസാരിക്കാനുള്ള കഴിവുണ്ടാവുക, മുത്തക്കല്ലിമാവുക എന്നുള്ളത് പൂർണ്ണതയാണ്. പിന്നെ സംസാരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പൊ സംസാരശേഷി എന്നുള്ളത് ഒരു പൂർണ്ണതയാണ്. അപ്പൊ അള്ളാഹുവിന് അതുണ്ടാകും. അതുപോലെ കാഴ്ച എന്നുള്ളത് പൂർണ്ണതയാണ്. അന്ധനായിരിക്കുക എന്നുള്ളത് ഒരു കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോ ഇത് ശരിയാണോ എന്ന് മനസ്സിലൊരു സംശയമുണ്ടെങ്കിൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇത് പറഞ്ഞു തന്നിരിക്കുന്നു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാഴ്ചയും കേൾവിയുമില്ലാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ കാഫിറാണ്. അപ്പൊ ഈ കാഫിറിന്റെ മുമ്പിലുള്ള തെളിവ് അഖിൽ മാത്രമാണ്. അഖിലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത വസ്തുവിനെ ആരാധിക്കരുത് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉപ്പയോട് ചോദിക്കുകയാണ്. അപ്പൊ മഖ്ലൂഖിന്റെ കാര്യത്തിൽ എല്ലാ നിലക്കും പൂർണ്ണതയായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് അതിനേക്കാൾ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഖുർആനിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാക്കിലുള്ളതാണ്. മുൻഗാമികൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും ഇതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖിയാസുൽ ഔലവി അള്ളാഹുവിന്റെ കാര്യത്തിലുണ്ട് എന്നുള്ളത്. ഇനി ജിസ്മിനെ കുറിച്ചുകൂടെ പറഞ്ഞു. ജിസ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ജിസ്മുണ്ടോ ഇല്ലേ? നമുക്കറിയാം ദാത്ത് എന്നുള്ളത് അള്ളാഹുവിനുണ്ട്. ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത, അസ്തിത്വം, അത് അള്ളാഹുവിനുണ്ട്. ജിസ്മ് എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അറബിയിൽ. ഒരർത്ഥം മാദ്ദത്തും സൂറത്തും കൂടി ചേർന്നുണ്ടായത്. എന്താണ് മാദ്ദത്തും സൂറത്തും എന്ന് പറഞ്ഞാൽ? മാദ്ദത്ത് എന്ന് പറഞ്ഞാൽ പദാർത്ഥം, സൂറ എന്ന് പറഞ്ഞാൽ മുഖം, ഒരാളുടെ മുഖത്തിന്റെ രൂപം. ഇത് രണ്ടും കൂടിയതാണ് ജിസ്മ്. ഇത് അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയല്ല. രണ്ടാമത്തെ അർത്ഥം അവയവങ്ങൾ കൂടിച്ചേർന്നുണ്ടായതും പിന്നീട് ആ അവയവങ്ങളെ വിഘടിപ്പിക്കാവുന്നതുമായ വസ്തു. മനുഷ്യനെ പോലെ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവയവങ്ങൾ വേറെയാക്കാൻ പറ്റും, അല്ലെങ്കിൽ മുറിച്ചു മാറ്റാൻ പറ്റും. ഇതും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയല്ല. അതുപോലെ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരർത്ഥം നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, മായുറ, കാണപ്പെടുന്ന വസ്തു, കാണപ്പെടുന്നത്, വസ്തു എന്ന് പറയുന്നില്ല, കാണപ്പെടുന്നത് എന്നർത്ഥമുണ്ട് ജിസ്മ എന്നതിൽ. ഈ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിസ്മാണ് എന്നത് ശരിയാണ്, കാണപ്പെടുന്നത് എന്നർത്ഥം. കാരണം അള്ളാഹുവിനെ കാണുമെന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല. പല അർത്ഥങ്ങളുള്ള വാക്കുകൾ അത് അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം തെറ്റായ അർത്ഥം ആളുകൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് മുൻഗാമികൾ ജിസ്മ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വിമർശിച്ചത്. വസ്സവാബ് ഇബ്നു റജബ് പറയുകയാണ്, ഈ വിഷയത്തിലുള്ള ശരിയായ നിലപാട് എന്താണ്? മാ അലൈഹി സലഫുസ് സാലിഹ്,
സലഫു സാലിഹീങ്ങളുടെ നിലപാടാണ്. അതെന്താണ്? മിൻ ഇമ്രാരി ആയാത്ത് സിഫാത്തി വ ഹദീസിഹാ കമാ ജാഅത്. അല്ലാഹുവിന്റെ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും അപ്പാടെ വിശ്വസിക്കുക. മിൻ ഗൈരി തഫ്സീരിൻ ലഹാ വലാ തകീഫിൻ വലാ തംസീൽ. അത് വിശദീകരിക്കാതിരിക്കുക, അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിശ്വസിക്കുക. അതിന്റെ ബാഹ്യമായ അർത്ഥം എന്താണോ അത് അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് ഇത്തരം ആയത്തുകളുടെയും ഹദീസുകളുടെയും കാര്യത്തിലുള്ള നിലപാട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ലാലക്കായി ഉദ്ധരിച്ച സംഭവം അറിയപ്പെട്ടതാണ്. ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂൽ. അല്ലാഹു അർശിന് മുകളിലാണ് എന്നുള്ള ഇസ്തിവാ അത് മഅലൂമാണ്, എല്ലാവർക്കും അറിയാം. വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെയെന്നുള്ളത് ആർക്കും അറിയാത്തതാണ്, മനുഷ്യനറിയാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അറബി ഭാഷയിലാണ്. ഇപ്പൊ ചില ആളുകൾ പറയും അല്ലാഹുവിന്റെ സിഫത്തുകൾ അത് അതിന്റെ അർത്ഥമേ പറയാൻ പാടില്ല, ബാഹ്യമായ അർത്ഥവും പറയാൻ പാടില്ല. അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ ആ യദ് എന്താണ് എന്ന് നമുക്കറിയില്ല. യദുണ്ട് എന്ന് അറബിയിൽ പറയാനേ പാടുള്ളൂ. കൈ എന്ന് മലയാളത്തിൽ പറയാൻ പാടില്ല എന്ന് പറയും. ഇത് ശരിയാണോ? ശരിയല്ല. കാരണം ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്ന് അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, വ്യക്തമായ അറബി ഭാഷയിൽ. അപ്പോ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഖുർആനിൽ എത്രയുണ്ട്? ചിലപ്പോൾ 1000 ആയത്തുകൾ ഉണ്ടാകാം, അതിൽ കൂടുതലുണ്ടാകാം, കുറവുണ്ടാകാം. ഇത്രയും അധികം ആയത്തുകൾ നമുക്ക് അർത്ഥമറിയാത്തതാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഖുർആന്റെ നല്ലൊരു ഭാഗം മനുഷ്യന് അറിയാത്തതാണ് എന്ന് പറയേണ്ടി വരും. അതിന്റെ ബാഹ്യ അർത്ഥം അപ്പൊ ലിസാനിൻ അറബിയൻ മുബീൻ എന്ന് പറഞ്ഞത് അപ്രസക്തമാണ്. വ്യക്തമായ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് അറിയുന്നതായിരിക്കണം. അപ്പോ ബാഹ്യമായ അർത്ഥം അത് വിശ്വസിക്കണം എന്ന് മാത്രമല്ല, അല്ലാഹു തആല യഹൂദികൾ ആക്ഷേപിച്ച് പറഞ്ഞ കാര്യം എന്താണ്? മിൻഹും ഉമ്മയൂന ലാ യഅലമൂന കിതാബ ഇല്ലാ അമാനി. അവരിൽപ്പെട്ട പല ആളുകളും ഉമ്മീയങ്ങളാണ്. ഇവിടെ ഉമ്മി എന്ന് പറഞ്ഞാൽ ഈ ആയത്തിലുള്ള അർത്ഥം എന്താണ്? എഴുത്തുമാനെ അറിയാത്തവൻ എന്നല്ല. അള്ളാഹു വിശദീകരിച്ചു, ഉമ്മയൂന ലാ യഅലമൂന കിതാബ ഇല്ലാ അമാനി. അവർക്ക് ഖുർആൻ അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥം തൗറാത്ത് ഓതാൻ മാത്രമേ അറിയുകയുള്ളൂ, അർത്ഥം അറിയില്ല. അപ്പൊ അർത്ഥമറിയാതെ ഖുർആൻ ഓതുക, അവരുടെ വേദങ്ങൾ ഓതുക എന്നുള്ളത് അത് അള്ളാഹു ആക്ഷേപിച്ച കാര്യമാണ്. അപ്പൊ ഖുർആനിൽ 1000-ഓളം ആയത്തുകൾ അല്ലെങ്കിൽ 100 കണക്കിന് ആയത്തുകൾ അർത്ഥം തിരിയാത്തതാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളും അതേ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ബാഹ്യമായ അർത്ഥത്തിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് സലഫുകളുടെ മാർഗം. വലാ യസിഹു മിൻ അഹദിൻ മിൻഹും ഖിലാഫു ദാലികൽ ബത്ത. മുൻഗാമികൾ ആരും ഇതിന് വിരുദ്ധമായി സംസാരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു സഹാബി ഒരു സിഫത്ത് വ്യാഖ്യാനിച്ചതായി ഒരാൾക്കും കാണിക്കാൻ സാധിക്കുകയില്ല. ഖുസൂസൻ അൽ ഇമാം അഹ്മദിനെ പോലെ പറഞ്ഞ ഇമാമിങ്ങൾ, സഹാബത്ത് മാത്രമല്ല അതിനുശേഷം വന്ന തലമുറകളിലെ ഇമാമിങ്ങൾ ആരും തന്നെ ഒരാൾ പോലും അള്ളാഹുവിന്റെ ഒരു സിഫത്ത് പോലും വ്യാഖ്യാനിച്ചതായി കാണാൻ സാധിക്കുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് അറിയപ്പെട്ട അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറഞ്ഞ കിതാബ് എഴുതി. അദ്ദേഹം അത് എഴുതുന്നത് ഒരു അസറിനും മഗ്രിബിനും ഇടയിലാണ്. അദ്ദേഹത്തോട് ഒരാൾ ആവശ്യപ്പെട്ടു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അൽ ഫിർഖത്തുൻ നാജിയത്തിന്റെ അഖീദ വിശദീകരിച്ചു തരണം. അപ്പൊ അദ്ദേഹം ഇരുന്ന് അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് എഴുതി കൊടുത്തതാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ. എന്നിട്ട് അദ്ദേഹം ഈ കിതാബ് എഴുതിയത് വിവാദമായി. അന്നത്തെ കാലത്തും അധികാരത്തിലുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഇൽമുൽ കലാമിന്റെ ആളുകളായിരുന്നു. അദ്ദേഹം ഈ കിതാബ് വിവാദമായപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ 3 വർഷം നിങ്ങൾക്ക് സമയം തരാം. ഈ 3 വർഷത്തിനുള്ളിൽ ഈ വാസ്തുയിൽ പറഞ്ഞിട്ടുള്ള, നമുക്കറിയാം അതിലെ പ്രധാന വിഷയം ഇതാണ്, അള്ളാഹുവിന്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു സഹാബിയുടെ ഒരു വാക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാനത് തിരുത്തുന്നതാണ്, പിൻവലിക്കുന്നതാണ്. അവർ വെല്ലുവിളിച്ചു. ഒരാൾക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അന്ന് പറഞ്ഞ ആ കാര്യം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഇമാം ഇബ്നു റജബ് ഇതാണ് പറയുന്നത്. ഇബ്നു റജബ് ഇബ്നു തൈമിയ്യയുടെ പേരക്കുട്ടിയാണ്, ശിഷ്യന്റെ ശിഷ്യനാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഹഫീദ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, അതിനുശേഷം ഇബ്നുൽ ഖയ്യിമിന്റെ ശിഷ്യനാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വലാ യസിഹു മിൻ അഹദി മിൻഹു ഖിലാഫു ദാലിക്. ഇതിന് വിരുദ്ധമായ ഒരു അസർ പോലും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്ര വലിയ വ്യാഖ്യാനങ്ങളും തെളിവുകളും ഉദ്ധരണികളും ഒക്കെ ആയിട്ട് വരുന്നു, ഇതൊക്കെ സഹാബത്തിന് അറിയാമായിരുന്നു? ഏതെങ്കിലും ഒരു സഹാബി ഇത് പറഞ്ഞിട്ടുണ്ടോ? അതിന് ഇവർക്ക് മറുപടിയില്ല. അതുകൊണ്ടാണ് അശ്അരികൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അവരുടെ ദീനീ സ്രോതസ്സുകളായി കാണുന്ന പണ്ഡിതന്മാർ അശ്അരികളാണ്. സാധാരണക്കാർക്ക് അറിയില്ല എന്താണ് അശ്അരി അഖീദ എന്നുള്ളത്. സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ നമ്മൾ സലഫു സാലിഹ്യങ്ങളുടെ അഖീദ പറഞ്ഞാൽ ആർക്കും യാതൊരു വിഷമവുമില്ല. നേരെ മറിച്ച് ഇവരുടെ ദലാലത്തുകളുടെ കിതാബ് പഠിച്ച ആളുകൾക്കാണ് പ്രശ്നം. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയോട്, ഒരു പ്രായമായ ഉമ്മയോട് നമ്മൾ പോയിട്ട് പറയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ചവിട്ടും, അപ്പോ നരകം
അടങ്ങി നിൽക്കുകയുള്ളൂ. അതുവരെ ഹൽ മിൻ മസീദ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇനിയും നരകാവകാശികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഹത്താ യദഅൽ ജബ്ബാറു ഫീഹാ ഖദമ, അല്ലാഹുവിന്റെ പാദം അല്ലാഹു നരകത്തിൽ വെക്കുന്നത് വരെ എന്ന് പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞാൽ അവരെന്തെങ്കിലും തർക്കുത്തരം പറയുമോ? ഒന്നും പറയുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു രാത്രിയുടെ മൂന്നാം ഭാഗമാകുമ്പോൾ, മൂന്നിലൊന്ന് ഭാഗമാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. എന്നിട്ട് ഹൽ മിൻ സായിലിൻ ഫഉജീബ, ഹൽ മിൻ സായിലിൻ ഫഉഅതിയ, ഹൽ മിൻ മുസ്തഗ്ഫിർ ഫഅഗ്ഫിറ ലഹു എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ? ആരും ചോദ്യം ചെയ്യുകയില്ല. നേരെ മറിച്ച് ഇത്തരം ദലാലത്തുകൾ പഠിച്ച ആളുകൾക്ക് മാത്രമാണ് ഇതിലൊക്കെ സംശയമുള്ളൂ. അപ്പൊ ഇവരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ സഹാബത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും? അത് സാധ്യമല്ല എന്ന് ഇവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം അശ്അരികളായ ആളുകൾ അവരുടെ അഖീദ കിതാബുകളിൽ പറയുന്നത് കാണാം, തരീഖത്ത് സലഫ് അസ്ലം, സലഫുകളുടെ മാർഗമാണ് കൂടുതൽ നല്ലത്. തരീഖത്തുൽ ഖലഫ് അഅലമു വഅഹ്കം, പക്ഷെ പിൽക്കാലക്കാരുടെ മാർഗമാണ് കൂടുതൽ ഇൽമിയായിട്ടുള്ളത്. ഒരുപാട് കായിദകളും ഒരുപാട് സംസാരമുണ്ട്, ഒരുപാട് ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും സലഫുകളുടെ സംസാരത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതവർ അംഗീകരിക്കുകയാണ്. എന്നാലും അവർ പറയുന്നത് തരീഖത്ത് സലഫ് അസ്ലം, അതാണ് രക്ഷപ്പെടാൻ നല്ലത്. കാരണം സംസാരം കുറവായതുകൊണ്ട് തെറ്റു കുറവായിരിക്കും. പക്ഷെ പിൻഗാമികളുടേതാണ് കൂടുതൽ ഇൽമുള്ള മാർഗം. അവരുടെ പരാജയം അവർ തന്നെ സമ്മതിച്ചതിന് തുല്യമാണ് ഈ വാക്ക്. وإن كان بعض من كان قريبا من زمن الإمام أحمد فيهم من فعل شيئا من ذلك. ഇമാം അഹ്മദിന്റെ കാലശേഷം അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ച ചില ആളുകൾ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ വാദിച്ചിട്ടുണ്ട്. ഇത്തിബാഅൻ ലിതരീഖതി മുഖാതിലിൻ ഫലാ യുഖ്തദാ ബിഹി ഫി ദാലിക, അതായത് അല്ലാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കുന്ന തരത്തിലുള്ള കുലുവ് ചില ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആ കാര്യത്തിൽ മാതൃകയല്ല. അവരുടെ വാദം തെറ്റാണ്. ഇന്നമൽ ഇഖ്തിദാ, നമ്മൾ പിന്തുടരേണ്ടത് ആരെയാണ്? ബി അയിമ്മത്തുൽ ഇസ്ലാം, മുസ്ലിമീങ്ങളുടെ ഇമാമുമാരെയാണ്. കബ്നുൽ മുബാറക്, മാലിക്, സൗരി, ഔസാഇ, ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ്, അബി ഉബൈദ് വനഹ്ബിഹിം. ഈ പറഞ്ഞ ഇമാമിങ്ങളെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ മാതൃക. ഇവരൊക്കെ പറഞ്ഞത് എന്താണ്? ഇമാം ഷാഫിഈ ഇൽമുൽ കലാമിനെ കുറിച്ച് പറഞ്ഞത് ഹുക്മി ഫി അഹ്ലുൽ കലാം, ഇൽമുൽ കലാമിന്റെ ആളുകളെ കുറിച്ച് എന്റെ വിധി എന്താണ്, ഞാൻ പറയുന്നത് എന്താണ്, അവരെ കുറിച്ച് എന്റെ നിലപാട് എന്താണ്? അവരെ അയുദ്റബു ബിൽ ജരീദി വന്നിആൽ, അവർ ചെരുപ്പൂരി അടിക്കണം. വയുത്വാഫ ബിഹിം അലൽ അശാഇർ വൽ ഖബായിൽ, അവർ ആളുകൾക്കിടയിലൂടെ കൊണ്ടു നടക്കണം, അടിച്ചുകൊണ്ട് അവരെ നടത്തിക്കണം. വയുഖാൽ ഹാദാ ജസാഉ മൻ തറക്കൽ കിതാബ വസുന്നത വഅഖ്ബല അലൽ കലാം, ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ച് ഈ ഇൽമുൽ കലാം പഠിച്ച ആളുകളുടെ ശിക്ഷ ഇതാണ് എന്ന് പറയണം എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷാഫിഈകൾ എന്ന് പറയുന്ന ആളുകൾ ഇക്കാര്യത്തിൽ ഇമാം ഷാഫിയുമായി എന്ത് ബന്ധം? ഇത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായം, ഇമാം ഷാഫിഈ ഉദ്ദേശിച്ച ഇൽമുൽ കലാം ഞങ്ങളുടെ ഇൽമുൽ കലാം അല്ല. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൽമുൽ കലാം ഷാഫിഈ പറഞ്ഞത് എവിടെ? അത് പഠിപ്പിച്ചത് എവിടെ? അത് കാണിച്ചു തരും. അത് കാണിച്ചു തരാത്തിടത്തോളം കാലം ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. വകുല്ലു ഹൗലായി ലാ യൂജദു ഫീ കലാമിഹിം ശൈഉൻ മിൻ ജിൻസി കലാമിൽ മുതകല്ലിമീൻ, മുതകല്ലിമീങ്ങളുടെ ഒരു വാദവും, നിങ്ങളുടെ വാദവും, നിങ്ങൾ വേറെ ഇൽമുൽ കലാം എന്ന് പറയുന്ന വാദവും ഒന്നും ഇമാം ഷാഫിഈയുടെയോ ഈ പറഞ്ഞ അയിമത്തിന്റെയോ വാക്കുകളിൽ കാണാൻ സാധ്യമല്ല. വലം യദ്ഖുൽ ദാലിക ഫീ കലാമി മൻ സലിമ മിൻ ഖദ്ഹിൻ വജർഹ്, പൂർവികരിൽ അഹ്ലുസുന്നത്ത് സലഫു സാലിഹീങ്ങൾ അവരംഗീകരിച്ചിട്ടുള്ള ഇമാമുമാരാരും ഇങ്ങനെ ഒരു വാദം പറഞ്ഞത് കാണില്ല. മൻ സലിമ മിൻ ഖദ്ഹിൻ വജർഹ്, എന്നാൽ ചിലർ പറഞ്ഞത് കാണാം. പക്ഷെ അവർ അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടവരാണ്, ഇങ്ങനെയുള്ള വാദങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ. വഖദ് ഖാല അബൂ സുർഅ അർ-റാസി റഹിമഹുല്ലാഹ്, അബൂ സുർഅ അർ-റാസി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഇമാം, അദ്ദേഹം പറഞ്ഞു, കുല്ലു മൻ കാന ഇൻദഹു ഇൽമുൻ ഫലം യസുൻ ഇൽമഹു വഹ്താജ ഫീ നശ്രിഹി ഇലാ ശൈഇൻ മിനൽ കലാം ഫലസ്തും മിൻഹു. ഇൽമുള്ള ഏതെങ്കിലും ഒരാൾ, ഒരു ആലിം, അദ്ദേഹം ജർഹ് വ തഅദീലിന്റെ ഇമാമാണ്. ആരാണ് അഹ്ലുസുന്നത്തിന്റെ ആള്, ആരാണ് മുബ്തദി എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരെ വിലയിരുത്തുന്ന ഒരു ആലിമാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും ഒരു ആലിമ് നല്ല ഇൽമുണ്ട്, അതിന്റെ കൂടെ ഇൽമുൽ കലാം കൂടി കലർത്തിയിട്ടുണ്ടെങ്കിൽ ഫലസ്തും മിൻഹു, നിങ്ങളും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അബൂ സുർഅ റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഇൽമുൽ കലാമിന്റെ ആളുകൾ അവർ മാറ്റി നിർത്തുകയായിരുന്നു. ഒമിൻ ദാലിക ഇബ്നു റജബ് പറയുന്നു, അതിൽപ്പെട്ടതാണ് അഥവാ മുഹ്ദസാത്തായിട്ടുള്ള പിൽക്കാലക്കാരുണ്ടാക്കിയ ദലാലത്തിന്റെ നാഫി അല്ലാത്ത ഇൽമിന്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് മാ അഹ്ദസഹു ഫുഖഹാഉ അഹ്ലിർ റഅയി മിൻ ളവാബിത വഖവാഇദ അഖ്ലിയ്യ വറദ്ദ് ഫുറൂഉൽ ഫിഖ് ഇലൈഹാ. പിൽക്കാരക്കാരായ ഫുഖഹാക്കൾ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരുണ്ടാക്കിയ ഖാഇദകൾ എന്ന് പറഞ്ഞാൽ അവര് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ
അള്ളാഹുവിന്റെ ഹുക്മ് മനസ്സിലാക്കുന്നതിന് പകരം ഖവാഇദ് എന്ന പേരിൽ തത്വങ്ങൾ, ഫിഖ്ഹിന്റെ ഖായിദകൾ എന്ന പേരിൽ ചില ഖായിദകൾ അവരുണ്ടാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഹുക്മ് ഇസ്തിംബാത്ത് ചെയ്യും, അത് പഠിപ്പിക്കും, തെളിവുകൾക്കെതിരായാലും. ഇബ്നു റജബ് പറയുന്നു വസവാഉൻ ഖാലഫത്ത് സുനൻ അമാ ഫഖദ്ഹ. ചിലപ്പോൾ ഇവർ പറയുന്ന ഫത്വ ഒരു ഹദീസ് നേരെ എതിരായിരിക്കും, എന്നാലും അവർ പറയും ഇത് ഖായിദക്ക് എതിരാണ് ഈ ഹദീസ്, അതുകൊണ്ട് ഖായിദയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി ഹറാമാണ്, ഹദീസ് അതിന് വിരുദ്ധമായാലും ശരി എന്ന് പറയും. തുറുദ്ദൻ ലിതിൽക്കൽ ഖവാഇദുൽ മുഖററ, അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ ഖായിദകൾക്കെതിരായി വരുന്ന ഹദീസുകൾ അവർ തള്ളും. വഇൻ കാന അസ്ലുഹ മിമ്മ തഅവ്വലൂഹു അലാ നുസൂസിൽ കിതാബി വസ്സുന്ന, ഈ ഖായിദകൾ അവരുണ്ടാക്കിയത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായിരിക്കും, എന്നാൽ പോലും ഈ നിലപാട് ശരിയല്ല. ലാകിൻ ബിതഅവീലാത്തിൻ യുഖാലിഫുഹും ഗൈറുഹും ഫീഹാ വഹാദാ ഹുവ അല്ലദീ അൻകറഹു അഇമ്മത്തുൽ ഇസ്ലാം അലാ മൻ അൻകറഹു മിൻ ഫുഖഹാഇ അഹ്ലി റഅയ് ബിൽ ഹിജാസ് വൽ ഇറാഖ് വബാലഗു ഫീ ദമ്മിഹി വഇൻകാരിഹി. ഇത് മുൻഗാമികൾ വിമർശിച്ചിട്ടുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ആരാണ് ഈ പറയപ്പെട്ട അഹ്ലുർ റഅയ് എന്ന് പറയുന്നത്? അത് ഹനഫികളായ ഫുഖഹാക്കളാണ്. അവരിൽ ഈ കുഴപ്പം ധാരാളമായി കാണാം. അവരുടെ പല ഫത്വകളും ഖുർആനും സുന്നത്തും നേരെ എതിരായിരിക്കും. എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയാനുള്ള നിങ്ങളുടെ തെളിവെന്ന് ചോദിച്ചാൽ, ഈ ആയത്തിനും ഈ പറഞ്ഞ ഫത്വ ഇത് ഇന്ന ഹദീസിനെതിരാണെന്നത് അവർ അംഗീകരിക്കും, പക്ഷേ ഇത് ഖായിദക്കെതിരാണ്, മദ്ഹബിന്റെ ഖായിദക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിക്കും. ഇതും ഇങ്ങനെയുള്ള പിൽക്കാലക്കാരുടെ മുഹ്ദസായിട്ടുള്ള ഇൽമിൽപ്പെട്ടതാണ് എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. എന്നാൽ അവരതിൽ അഭിമാനിക്കും. ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചിട്ട് അവരുടെ മദ്ഹബിന്റെ കിതാബുകൾ ഹിഫ്ളാക്കുകയും അത് തഖ്ലീദ് ചെയ്യുകയും അത് പഠിച്ചു എന്നത് വലിയ അഭിമാനമായി കാണുകയും ചെയ്യും. ഇതെല്ലാം നാഫി അല്ലാത്ത ഇൽമുകൾക്ക് ഉദാഹരണമാണ്. ഫഅമ്മൽ അഇമ്മത്തു വഫുഖഹാഉ അഹ്ലുൽ ഹദീസ്, എന്നാൽ യഥാർത്ഥ അഇമ്മത്ത്, ഇസ്ലാമിന്റെ ഇമാമുമാർ, ഫുഖഹാഉ അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹ് പഠിക്കുന്ന അഇമ്മത്ത് ഫുഖഹ എന്ന് പറയുന്നത്, ഫഇൻഹും യത്തബിഊനൽ ഹദീസ സഹീഹ ഹൈസു കാൻ, സഹീഹായ ഹദീസാണ് അവർ പിന്തുടരുക, പിൻപറ്റുക. അതെവിടെയായിരുന്നാലും ആ ഹദീസ് നമ്മുടെ മദ്ഹബിലുള്ളതാണെങ്കിലും മദ്ഹബിലെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും, ഇദാ കാന മഅ്മൂലൻ ബിഹി ഇൻദ സഹാബ, ഇത് പ്രധാനപ്പെട്ട ഒരു ഷർത്താണ്. ഇദാ കാന മഅ്മൂലൻ ബിഹി ഇൻദ സഹാബ, സഹാബത്ത് ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, വമൻ ബഅദഹും, അതുപോലെ സഹാബത്തിന് ശേഷമുള്ള ഇമാമിങ്ങൾ, ഔ ഇൻദ ത്വായിഫത്തി മിൻഹും, അല്ലെങ്കിൽ അവരിൽ കുറച്ചു പേരെങ്കിലും, ഫഅമ്മാ മത്തഫഖ അലാ തർക്കിഹി, ഫഅമ്മാ മത്തുഫിഖ അലാ തർക്കിഹി, മുൻഗാമികൾ എല്ലാവരും ഏകോപിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഹദീസാണെങ്കിൽ, ഫലാ യജൂസുൽ അമലു ബിഹി, ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ അനുവദനീയമല്ല. ലിഅന്നഹും മാ തറഖൂഹു ഇല്ലാ അലാ ഇൽമിൻ അന്നഹു ലാ യുഅമലു ബിഹി, ഈ ഹദീസ് അമൽ ചെയ്യാൻ പാടില്ല എന്ന ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഹദീസിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതെന്താണ്? ഒരു ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ ആ ഹദീസ് മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നോക്കണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഫഹ്മുസ് സലഫ്. സലഫു സാലിഹ്യങ്ങൾ ഈ ഹദീസ് എങ്ങനെ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ മുൻഗാമികൾ ആരും, ഒരു സഹാബിയും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്തിട്ടില്ല, ഫത്വ കൊടുത്തിട്ടുമില്ല, ഒരു താബിഈയും അമൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഹദീസ് അമൽ ചെയ്യാൻ പറ്റിയതല്ല എന്നതിൽ മുൻഗാമികൾ ഏകോപിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമോ? സ്വഹീഹായ ഒരു ഹദീസ് അങ്ങനെ സംഭവിക്കുമോ? അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ഒരു പക്ഷേ ഈ ഹദീസ് മൻസൂഖായിരിക്കാം, അത് ദുർബലപ്പെടുത്തിയതായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഹദീസിന്റെ സനദിൽ വളരെ വളരെ സൂക്ഷ്മമായ എന്തെങ്കിലും ദുർബലത ഉണ്ടായിരിക്കാം. അതറിഞ്ഞതുകൊണ്ടാണ് മുൻഗാമികൾ ഈ ഹദീസ് ഉപേക്ഷിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ അതിന് രണ്ട് ഇസ്നാദ് വേണം, രണ്ട് സനദ് വേണം. ഒന്ന് എന്താണ്? ഇസ്നാദുൻ നസ്, ഈ ഹദീസിന്റെ ടെക്സ്റ്റ്, ഹദീസിന്റെ ഉള്ളടക്കം, വിശ്വാസം പറഞ്ഞ ആ ഖൗല്, ആ പ്രവൃത്തി, അത് സഹീഹായി വരാനുള്ള ഒരു സനദ് വേണം. ഹദീസിന്റെ റാവിമാര് സിഖത്തുകളായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, മറ്റുള്ള നിബന്ധനകൾ പാലിക്കപ്പെട്ടവരായിരിക്കണം. രണ്ടാമത്തേത് ഈ ഹദീസിന്റെ ഫഹ്മ്, അതെങ്ങനെയാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്, അതോ അമൽ ചെയ്യാതെ ഒഴിവാക്കേണ്ടതാണോ എന്ന കാര്യത്തിൽ നമുക്ക് സനദ് വേണം. ആരാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലാ തഖുൽ ഖൗലൻ ലൈസ ലക ഫീഹി ഇമാം, നിനക്കൊരു ഇമാമില്ലാത്ത ഒരു വാദം നീ വാദിക്കരുത്. എന്തെങ്കിലും ഒരു വാദം ദീനിൽ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമാം വേണം, മുൻഗാമികൾ പറഞ്ഞതായിരിക്കണം. അതുകൊണ്ടാണ് ഹാഫിദ് അൽ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നമ്മൾ സുനൻ തിർമിദി എന്ന് വിളിക്കുന്ന അൽ ജാമി എന്ന കിതാബ്, ജാമി തിർമിദി, ഈ കിതാബിൽ അദ്ദേഹം പറഞ്ഞത്, കുല്ലു മാ ഫീ കിതാബി, എന്റെ ഈ കിതാബിലുള്ള ഹദീസുകൾ മുഴുവനും ഖദ് അമില ബിഹി അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാർ അമൽ ചെയ്തിട്ടുള്ളതാണ്. ഈ കിതാബിൽ കൊടുത്ത ഹദീസുകളെല്ലാം
മുൻഗാമികൾ അമൽ ചെയ്തിട്ടുള്ള ഹദീസുകളാണ്. ഇല്ല ഹദീസേൻ, 2 ഹദീസ് ഒഴികെ എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഇമാം തിർമിദി പറയാൻ കാരണം എന്താണ്? അമൽ ചെയ്യാത്ത ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും പിൽക്കാലക്കാരടക്കം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇർവാഉൽ ഗലീൽ എന്ന പ്രശസ്തമായ കിതാബിൽ ഒരു ഹദീസ് കാണാം. ഹദീസ് സുറഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഒരു കടത്തിന് പകരമായി കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ പറ്റാതെ അദ്ദേഹത്തെ സ്വയം വിൽക്കുകയുണ്ടായി, അടിമയായി വിറ്റു. അതിനെക്കുറിച്ച് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നു, തറക്കൽ ഉലമാ അൽ അമല ബിഹി, ഉലമാക്കൾ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടില്ല. അങ്ങനെ സ്വയം വിൽക്കാൻ അനുവാദമല്ല ഇസ്ലാമിൽ. ഇങ്ങനെ ഹദീസ് ഉണ്ട്, പക്ഷെ ആ ഹദീസ് മുൻഗാമികൾ അമൽ ചെയ്യാത്തതാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുന്ന ഒരു തെറ്റായ രീതിയുണ്ട്. എന്താണ്? എന്തെങ്കിലും ഒരു ഹദീസ് തെളിവാക്കിയാൽ മറ്റൊരാൾ അവനോട് ചോദിക്കുന്നു, എവിടുന്ന് ആണ് നിനക്ക് ഈ ഫഹം, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് വിധി എന്നാര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആര് പറയും, എനിക്ക് മുൻഗാമികളുണ്ട്, സലഫുണ്ട്. ആരാണ് നിന്റെ മാതൃക എന്ന് ചോദിച്ചാൽ എനിക്ക് മാതൃകയുണ്ട്, റസൂലാണ് മാതൃക എന്ന് പറയും. അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ അർത്ഥം ഇതാണ്, അല്ലെങ്കിൽ ഈ ഹദീസ് അത് മുഹ്കമാണ്, മൻസൂഖല്ല എന്നാര് പറഞ്ഞു? അതിന് ഇമാമുമാർ വേണം, സലഫുകൾ നമുക്ക് വേണം. സ്വഹാബത്തിന്റെ ഫഹ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെ സ്ഥിരപ്പെട്ടാൽ സഹാബത്തിന്റെ അമലും ഹദീസും കിട്ടിക്കഴിഞ്ഞാൽ അത് അമൽ ചെയ്യുക എന്നുള്ളതാണ് ശരിയായ മാർഗം. അതല്ലാതെ അവരവരുണ്ടാക്കിയ കായികകൾക്കനുസരിച്ച് ഫത്വ കൊടുക്കുകയും അതിനെതിരായ ഹദീസുകൾ തള്ളുകയും ചെയ്യുക എന്നുള്ളത് അതും മുഹ്ദസായ ഇൽമിൽപ്പെട്ടതാണ്. ലാഹിറായിട്ട് നോക്കുമ്പോൾ ഇവരൊക്കെ തലപ്പാവ് ധരിച്ചവരായിരിക്കും, കിതാബുകൾ മുന്നിൽ വെച്ച് വായിക്കുന്നവരായിരിക്കും, ഇൽമു കൊണ്ട് അറിയപ്പെട്ടവരായിരിക്കും. പക്ഷെ അതെല്ലാം ഗൈറു നാഫിയായ ഇൽമാകുന്നു. قال عمر بن عبد العزيز رحمه الله خذوا من الرأي ما يوافق من كان قبلكم فإنهم كانوا أعلم منكم. റഅയ് അഭിപ്രായം, ഫിഖ്ഹിന്റെ മസലകളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാം. മാ യുവാഫിഖു മൻ കാന ഖബ്ലക്കും, മുൻഗാമികളോട് യോജിക്കുന്നത്. മുൻഗാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ ഏതഭിപ്രായമാണ് ശരി എന്ന് നോക്കി നിങ്ങൾക്ക് സ്വീകരിക്കാം. ഫഅമ്മാ മാ ഖാലഫ അമല അഹ്ലിൽ മദീന, പറയുകയാണ് മദീനക്കാരുടെ അമലിനോട് വിയോജിക്കുന്ന ഹദീസുകൾ, മിനൽ ഹദീസ് ഫഹാദ കാന മാലികുൻ യറൽ അഖ്ദ ബിഅമലി അഹ്ലിൽ മദീന. ഒരു ഹദീസും മദീനക്കാരുടെ അമലും തമ്മിൽ എതിരായി വന്നാൽ എന്തു ചെയ്യും? മാലിക് റഹിമഹുല്ല മദീനക്കാരുടെ അമലാണ് തെളിവ് എന്ന് പറയുമായിരുന്നു. വൽ അക്സറൂന അഖദു ബിൽ ഹദീസ്, എന്നാൽ മറ്റുള്ള പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും ഹദീസിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത് വിശാലമായൊരു മസലയാണ് അമലു അഹ്ലിൽ മദീന എന്നുള്ളത്. മദീനക്കാരുടെ അമൽ എന്ന് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഒരു റിസാല എഴുതിയിട്ടുണ്ട് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട്. അതിന് പല അവസ്ഥകളുണ്ട്. മദീനക്കാരുടെ അമൽ എപ്പോഴാണ് തെളിവാകുന്നത്, എപ്പോഴാണ് തെളിവാവാത്തത് എന്നുള്ളത് വിശദാംശങ്ങൾ അത് ഈ കിതാബിൽ ഇബ്നു തൈമിയ്യ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിരുപാധികം സ്വീകരിക്കുകയില്ല. വമിമ്മ അൻകറഹു അയിമ്മത്തു സലഫ്, അതുപോലെ സലഫുകൾപ്പെട്ട ഇമാമിങ്ങൾ വിമർശിച്ചിട്ടുള്ള മറ്റൊരു നാഫി അല്ലാത്ത ഇൽമാണ് അൽ ജിദാലു വൽ ഖസാമു വൽ മിറ, തർക്കം എന്നുള്ളത്. ഫി മസാഇൽ ഹലാലി വൽ ഹറാമി അയ്ദൻ, ഫിഖ്ഹിന്റെ മസലകൾ പോലും. വലം യകുൻ ദാലിക തരീഖത്ത് അയിമ്മത്തുൽ ഇസ്ലാം, മുൻഗാമികളായ ഇമാമിങ്ങളുടെ മാർഗമല്ല അത്. وإنما أحدث ذلك بعدهم كما أحدثه فقهاء العراقيين في مسائل الخلاف بين الشافعية والحنفية. പിൽക്കാലക്കാരായ ഫുഖഹാക്കൾ ഉണ്ടാക്കിയതാണ്. അവരുടെ ചില കിതാബുകൾ കാണാം, ഷാഫികളും ഹനഫികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മദ്ഹബിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രണ്ടുപേരുടെയും തെളിവുകളും അതിനുള്ള മറുപടിക്ക് മറുപടിയും ഇതൊക്കെ കിതാബുകളായി എഴുതിയിട്ടുണ്ട്. വസന്നഫു കുതുബുൽ ഖിലാഫ് വസ്അൽ ബഹ്സ് വൽ ജിദാൽ, അവര് ധാരാളം കിതാബുകൾ ഈ വിഷയങ്ങൾ രചിച്ചിട്ടുണ്ട്. വകുല്ലു ദാലിക മുഹ്ദസ്, ഇതെല്ലാം പുത്തൻ കാര്യങ്ങളാണ്. ലാ അസ്ല ലഹു, അതിനൊന്നും അടിസ്ഥാനമില്ല. വസാറ ദാലിക ഇൽമുഹും, എന്നാലോ അടിസ്ഥാനമില്ലാത്ത ഈ കാര്യമാണ് പിന്നീട് ഇൽമു എന്ന് അറിയപ്പെടുന്നത്. ഇൽമു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഈ തർക്കമാണ്, ഫിഖ്ഹിന്റെ വിഷയങ്ങളുടെ തർക്കമാണ്. ഹത്താ ശഗലഹും ദാലിക അനിൽ ഇൽമിൻ നാഫി, അങ്ങനെ ഇതിൽ മുഴുകി യഥാർത്ഥ നാഫിയായ ഇൽമ ആളുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയെത്തി. ഈ പറഞ്ഞ വാചകങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അതിന്റെ ലാഹിറായ വാചകങ്ങൾ മനസ്സിലാക്കി മാത്രം എടുത്താൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അതെന്താണ്? ഫിഖ്ഹിന്റെ മസലകളിൽ ചർച്ചകൾ പാടില്ല, സംവാദം പാടില്ല എന്നാണ് ഇബ്നു റജബ് പറയുന്നത് എന്ന് തോന്നും. അത് ശരിയല്ല. കാരണം നമുക്കറിയാം ഹലാൽ ഹറാമിന്റെ കാര്യത്തിൽ സംവദിക്കുക എന്നുള്ളത്, അദബുകളോടുകൂടി സംവദിക്കുക എന്നുള്ളത് ഹലാലാണ്, ജായിസ് ആണെന്നതിൽ ഇജ്മാ ഉണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ജാമിഉ ബയാനുൽ ഇൽമി വഫദ്ലിഹി എന്ന കിതാബിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് ഹലാൽ ഹറാമിന്റെ കാര്യത്തിൽ തർക്കിക്കാമെന്നുള്ളത്. ഇസ്ലാമികമായ അദബുകൾ പാലിച്ച്
തർക്കിക്കാമെന്നുള്ളത്. അത് സഹാബത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സമയത്ത് സഹാബത്ത് ഇരുന്ന് ഇൽമിന്റെ മസലകൾ പരസ്പരം സംഭാഷണങ്ങളും സംവാദങ്ങളും നടത്തിയത് ഹദീസുകൾ കാണാം. അപ്പൊ അതിൽ തർക്കമില്ല. മുൻഗാമികൾ പറഞ്ഞത് കാണാം. സലഫുകൾ വെറുത്തിരുന്നത് അഖീദയുടെ കാര്യത്തിൽ തർക്കിക്കുന്നതായിരുന്നു. അഹ്കാമിന്റെ കാര്യത്തിൽ തർക്കിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ സഹീൽ ബുഖാരിയുടെ ശറഹ്, അതുപോലെ അർബഉൻ നവവിയുടെ ശറഹായ ജാമിഉൽ ഉലൂം വൽ ഹിക്ം, ഇതിലൊക്കെ പല മസലകളിലും അദ്ദേഹം വ്യത്യസ്തമായ അഭിപ്രായക്കാരുടെ അഭിപ്രായങ്ങളും ഇരുകൂട്ടരുടെയും തെളിവുകളും അത് താരതമ്യം ഒക്കെ ചെയ്ത് ആ തർക്കങ്ങൾ അദ്ദേഹം അവിടെ ഉദ്ധരിച്ച് അതിൽ ഏതാണ് ശരി എന്ന് തർജീഹ് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ഷേപിക്കപ്പെട്ട തർക്കമാണ്. എപ്പോഴാണ് തർക്കം ആക്ഷേപകരമാകുന്നത്, നിരുത്സാഹപ്പെടുത്തേണ്ടത്? ഒന്ന്, അൽ ജിദാലു ബിഗൈരി ഇൽം, ഇൽമില്ലാത്ത തർക്കം. രണ്ടുപേർ തർക്കിക്കുന്നു, രണ്ടാൾക്കും അറിയില്ല എന്താണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ചില ആളുകളൊക്കെ തർക്കിക്കുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. കുറെ സമയം തർക്കിച്ചു കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് തന്നെ മറന്നിട്ടുണ്ടാകും. രണ്ടുപേരോടും നിങ്ങളുടെ വാദം രണ്ടുപേരും ഒരു കടലാസിൽ എഴുതി തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുക പോലുമില്ല. അത്ര മാത്രം അവ്യക്തത അവനവന്റെ വാദത്തെ കുറിച്ച് പോലും ഉണ്ടാവും. എന്നിട്ടായിരിക്കും തർക്കിക്കുന്നത്. അങ്ങനെ ഇൽമില്ലാത്ത തർക്കം അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. അതാണ് ഇന്ന് നടക്കുന്ന അധിക തർക്കവും. ഇൽമില്ലാത്ത തർക്കമാണ്. രണ്ടാൾക്കും അറിയില്ല. എതിരാളിയുടെ വാദം പോയിട്ട് സ്വന്തം വാദം പോലും അറിയില്ല. അങ്ങനെയുള്ള തർക്കങ്ങൾ ആക്ഷേപിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൽ ജിദാലുല്ലദി യുറാദു മിൻഹുൽ ഗലബ, ഗലബത്തിന് വേണ്ടി നടക്കുന്ന തർക്കങ്ങൾ. നിയ്യത്ത് എന്താണ്? ജയിക്കണം എന്നാണ്, ഹക്ക് തെളിയണം എന്നല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായ ഒരു വാക്കാണ്. ഇമാം ഷാഫി പറയുകയാണ്, ഞാൻ ഒരാളോട് സംവാദത്തിന് പോയാൽ, തർക്കത്തിന് പോയാൽ ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹിയായ മസലകളിലെ തർക്കമാണ്. ഇമാം ഷാഫി അറിയപ്പെട്ട ആളാണ്. ഫിഖ്ഹിയായ മസലകളിൽ അദ്ദേഹം നടത്തിയിരുന്ന തർക്കങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ കാണാം. മസലകളിൽ ഒരാൾ ഇങ്ങനെ പറയും, അപ്പോൾ ഇതാ എന്റെ മറുപടി ഇതാണ് എന്ന് തർക്കത്തെ അദ്ദേഹം ഇങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ട് കിതാബിൽ എഴുതിയത് കാണാം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള സംവാദത്തിനൊക്കെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വിചാരിക്കും, ഹക്ക് എന്റെ എതിരാളിയുടെ വായിലൂടെ പുറത്തു വരണം, അവന്റെ വാദമായിരിക്കണം ഹക്ക്. കാരണം എന്താണ്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് വിനയമുണ്ട്. ഹക്ക് എതിരാളി പറഞ്ഞാൽ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഫായിദ കിട്ടി, ഒരു ഇൽമു പുതിയതായി കിട്ടി. എന്നാലും എതിരാളിയുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ കിബറുള്ള ആളാണെങ്കിലോ, ഹക്ക് മനസ്സിലായാലും സ്വീകരിക്കാത്ത ആളാണെങ്കിലോ സമയം നഷ്ടമാണ്. അപ്പൊ എതിരാളിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ ആ സമയം കൊണ്ട് ലാഭമുണ്ട്, ഒരു ഇൽമു പുതിയതായിട്ട് കിട്ടുന്നുണ്ട്, അത് ഗ്യാരണ്ടി ഉള്ളതാണ്. എന്നാൽ നമ്മുടെ ഭാഗത്താണ് ഹക്കെങ്കിൽ അയാൾ സ്വീകരിക്കാം, കിബറുള്ളവനാണെങ്കിൽ തള്ളിക്കളയാം. അതുകൊണ്ട് ഹക്ക് എതിരാളിയുടെ വായിലൂടെ പുറത്തു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ഫിഖ്ഹിയായ മസലകളിൽ തർക്കിക്കുന്നതിൽ തെറ്റില്ല, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. പക്ഷെ ഈ രണ്ട് ഷർത്തോടു കൂടി നിയ്യത്ത് നല്ലതായിരിക്കണം, അതുപോലെ തന്നെ ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തർക്കിക്കുന്നത്. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു തർക്കത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം. അദ്ദേഹം ഒരാളുമായി തർക്കിച്ച ഒരു മസലയിൽ, അങ്ങനെ അദ്ദേഹം ജയിച്ചു ആ തർക്കത്തിൽ. പിന്നീട് അദ്ദേഹം വീട്ടിൽ പോയി കിതാബുകൾ എടുത്ത് നോക്കിയപ്പോ, എന്തോ ആവശ്യത്തിന് കിതാബുകൾ പരിശോധിച്ചപ്പോ ഈ മസലയിൽ തന്റെ എതിരാളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെളിവ് കണ്ടു. അപ്പൊ അദ്ദേഹം വേഗം അയാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നീ പറഞ്ഞതിന് അനുകൂലമായിട്ട് ഒരു തെളിവ് ഇവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ കാണാം. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സുമായിട്ടായിരിക്കണം സുന്നത്തുള്ള ആളുകൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഫിഖ്ഹിയായ മസലകളിൽ പരസ്പരം സംസാരിക്കുന്നത്. ഇതാണ് ഇബ്നു റജബിന്റെ ഉദ്ദേശം. വഖദ് അൻകറ ദാലിക സലഫ്, അതല്ലാത്ത തർക്കങ്ങളെ കുറിച്ച് ഇബ്നു റജബ് പറയുകയാണ്, സലഫുകൾ എതിർത്തിട്ടുണ്ട്. വവറദ ഫിൽ ഹദീസിൽ മർഫൂഇ ഫി സുനൻ, സുനനുകളിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ, ഹിദായത്തിന് ശേഷം ആരെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാ ഊതുൽ ജദൽ, തർക്കം കാരണമാണ്. ഇപ്പൊ ഹിദായത്ത് കിട്ടിയിട്ട് ഒരാൾ പിഴച്ചു പോവുകയാണെങ്കിൽ അതിന്റെ കാരണം തർക്കമായിരിക്കും. ഇത് മുൻഗാമികൾ പലരും പറഞ്ഞത് കാണാൻ സാധിക്കും. ثم قرأ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് പിടിച്ചു ഒരു ആയത്ത്, മാ ضربوه لك الا جدلا بل هم قوم خصمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളെ കുറിച്ച് പറയുകയാണ്, അവർ മഹാ താർക്കികന്മാരാകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ എതിരാവാൻ കാരണം അവരുടെ തർക്ക സ്വഭാവമാണ്. ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമുക്ക് ധാരാളം ആളുകൾ കാണാം, നമ്മൾ അവരെ നല്ല ആളുകളായിട്ട് പരിചയപ്പെടും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവര് ആദ്യം ഉണ്ടായിരുന്നതിന്റെ നേരെ 360 ഡിഗ്രി മറിഞ്ഞിട്ടുണ്ടാകും. എന്താണ് കാരണം? അവരുടെ ആ വർഷങ്ങളിലുള്ള ഇടവേളയിലുള്ള പ്രവൃത്തികൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. ഒരു തർക്കത്തിൽ നിന്ന് മറ്റൊരു തർക്കം, അടുത്ത തർക്കം, അങ്ങനെ തർക്കിച്ച് അവസാനം അവർ വലിയ ദലാലത്തിൽ എത്തിപ്പെടും. മുൻഗാമികൾ പറഞ്ഞത് കാണാം, മൻ അറള ദീനഹു
ജദൽ, ആരാണോ തന്റെ ദീൻ അത് തർക്കങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നത്, അക്സറ തനഖുൽ, അവന്റെ മാറ്റങ്ങൾ വർദ്ധിക്കും, അവന്റെ വാദങ്ങൾ മാറുന്ന സ്വഭാവം അത് വർദ്ധിക്കും. ഓരോ ദിവസം ഓരോ വാദമായിരിക്കും. അതുപോലെ അറിയപ്പെട്ട സംഭവം ഇമാം മാലിക്കിന്റെ സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നതാണ്. ഇത് ആക്ഷേപിക്കപ്പെട്ട തർക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, അഖീദയുടെ വിഷയങ്ങളുള്ള തർക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ താങ്കളോട് തർക്കിക്കാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫൈൻ ഗലബ്തനി, എന്നിട്ട് തർക്കിച്ച് നീ എന്നെ തോൽപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ തത്തബിഉനി, താങ്കൾ എന്നെ പിന്തുടരണം. അപ്പൊ ചോദിച്ചു, വൈൻ ഗലബ്തുക, ഞാൻ നിന്നെ തോൽപ്പിച്ചാലോ? അല അത്തബിഉക്, ഞാൻ താങ്കളെ പിന്തുടരാം. അപ്പൊ തർക്കിച്ചിട്ട് നമുക്ക് ഹക്കും ബാത്തിലും തീരുമാനിക്കാം, എന്നിട്ട് ആരുടെ ഭാഗത്താണോ ഹക്ക് പറ്റിയ ആൾ അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഷാക്കിൻ മിസ്ലക് ഫഇന്നി അലാ യഖീൻ മിൻ ദീനി, എനിക്ക് എന്റെ ഭാഗം ഹക്കാണെന്ന് യഖീനുണ്ട്, ഞാൻ സുന്നത്തിലാണ്, സലഫുകളുടെ മാർഗത്തിലാണ് എന്നതിൽ എനിക്ക് സംശയമില്ല, ഞാൻ മാറാൻ വേണ്ടി നടക്കുകയല്ല. നീയാണെങ്കിലോ മാറാൻ തയ്യാറാണ്, അതുകൊണ്ടാണല്ലോ തോറ്റാൽ മാറാമെന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിന്നെ പോലെ നടക്കുന്ന വേറെ ആളുകളുണ്ടാകും. ഞാൻ ഹക്കിലാണോ ബാത്തിലാണോ എന്നറിയാതെ എന്തെങ്കിലും കിട്ടിയാൽ അങ്ങോട്ട് മാറാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ വേറെ ഉണ്ടാകും. അവരോട് പോയി തർക്കിച്ചു കൊള്ളുക എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഇതൊക്കെ ആക്ഷേപിക്കപ്പെട്ട തർക്കങ്ങളെ കുറിച്ചാണ്. അതെന്താണ്? ഒന്ന് അഖീദയുടെ വിഷയത്തിലുള്ള തർക്കം, അത് നിർബന്ധ സാഹചര്യങ്ങൾ മാത്രം, ദറൂറത്തിൽ മാത്രം അതിന്റെ വ്യവസ്ഥകളോടുകൂടി തർക്കിക്കുക. അതുപോലെ തന്നെ ഇൽമില്ലാത്ത, അതുപോലെ നിയ്യത്ത് ശരിയല്ലാത്ത തർക്കങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. വഖാല ബഅദ് സലഫ്, ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിൻ ശർറൻ, അല്ലാഹു ഒരു അടിമക്ക് ഷർറ് ഉദ്ദേശിച്ചാൽ അഗ്ലഖ അൻഹു ബാബൽ അമൽ, അമലിന്റെ വാതിൽ അല്ലാഹു അടക്കും. അവന് അമൽ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യുകയില്ല, അമൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവന്റെ മുന്നിൽ ഉണ്ടാവുകയില്ല. വഫതഹ ലഹു ബാബൽ ജദൽ, തർക്കത്തിന്റെ വാതിലുകൾ അവന് എളുപ്പമാക്കി കൊടുക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് വളരെ എളുപ്പമാണ്. ഇവിടെ തർക്കത്തിന്റെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്താണെങ്കിൽ തർക്കിക്കാൻ പറ്റിയ മജ്ലിസുകളും തർക്കിക്കാൻ പറ്റിയ സാഹചര്യങ്ങളും അവനൊത്തുവരണം. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ആളുമായി തർക്കിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സംഗതി, അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്തിദ്റാജ്, അള്ളാഹു ഒരാളെ പഴപ്പിക്കാൻ സ്വീകരിക്കുന്ന ഈ മാർഗം, അതിനുള്ള സാധ്യതകൾ ഇന്ന് കൂടുതലാണ്. അപ്പൊ നമ്മളൊക്കെ ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് അനാവശ്യമായ തർക്കം എന്ന് പറഞ്ഞ് ഈ കാറ്റഗറിയിൽ പെടുമോ എന്ന കാര്യം ചിന്തിക്കണം. അങ്ങനെ പെട്ടാൽ അത് അള്ളാഹു ഷർറുദ്ദേശിച്ചു എന്നതിന്റെ തെളിവാണ്. എന്നാൽ അമലിനുള്ള വാതിൽ അള്ളാഹു തുറന്നു കൊടുത്താൽ അത് അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. വഖാല മാലിക്, മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്റക്തു അഹ്ല ഹാദിഹിൽ ബൽദ, ഈ നാട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? മദീനക്കാരൻ. മാലിക്കിന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ താബിഈങ്ങളും ഇങ്ങനെയുള്ള സാലിഹ്യങ്ങളായ മുൻഗാമികളാണ്. അവരുടെ അവസ്ഥ എന്തായിരുന്നു? വഇന്നഹും ലയക്റഹൂന ഹാദൽ ഇക്സാർ അല്ലദീ ഫീഹി നാസുൽ യൗം, ഇന്ന് ആളുകൾ കൊണ്ടു നടക്കുന്ന ഈ ഇക്സാർ, അധികരിപ്പിച്ച കാര്യങ്ങൾ. ഇവിടെ മാലിക് റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹിയായ മസലകൾ തന്നെ, അനാവശ്യമായ മസലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അത് തന്നെ ഒരു തരത്തിൽ അനാവശ്യമാണ്, അത് തന്നെ ആക്ഷേപിക്കപ്പെട്ടതാണ്. അതവർ വെറുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇബ്നു റജബ് വിശദീകരിക്കുന്നു എന്താണ് ഉദ്ദേശിച്ചത്. മാലിക് ഈദുൽ മസായിൽ, അദ്ദേഹം പരിധിവിട്ട മസലകളാണ് ഉദ്ദേശിക്കുന്നത്. വകാന യഈബു കസറത്തുൽ കലാമി വൽ ഫുത്യ, അമിതമായ സംസാരവും ഫത്വയും മാലിക് റഹിമഹുല്ലാഹ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വയഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, യതകല്ലമു അഹദുഹും കഅന്നഹു ജമൽ, നിങ്ങൾ ഒട്ടകത്തെ പോലെയാണ് സംസാരിക്കുന്നത്. എന്താണ് ഒട്ടകത്തോട് ഉപമിക്കാൻ സാധ്യത കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒട്ടകം, അല്ലാഹു അലം, ഒട്ടകത്തെ പോലെ സംസാരിക്കുന്നവരാണ് നിങ്ങൾ. യഖൂലു ഹുവ കദാ ഹുവ കദാ ബിഹദർ, നിങ്ങൾ ഇന്ന മസല അതിങ്ങനെയാണ്, മറ്റേ മസല ഇങ്ങനെയാണ് എന്ന് നിയന്ത്രണമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വകാന യക്റഹുൽ ജവാബ ഫീ കസറത്തിൽ മസായിൽ, ഇങ്ങനെ ധാരാളം അധികരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം പറയുക എന്നുള്ളത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഷർത്തുകളോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇൽമില്ലാത്ത സംസാരവും അതുപോലെ തന്നെ നിയ്യത്ത് ശരിയല്ലാത്ത സംസാരവുമാണ് ഉദ്ദേശിക്കുന്നത്. വയഖൂൽ, മാലിക് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ വയസ്അലൂനക അനിർ റൂഹി ഖുൽ റൂഹു മിൻ അംരി റബ്ബി, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. റൂഹിനെ കുറിച്ച് ചോദിച്ചു, ഖുൽ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ കുറിച്ച് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് അതിന് ശ്രമിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. ഫലം യഅതിഹി ഫി ദാലിക ജവാബ്, ഇവിടെ കുഫാറുകൾ ചോദ്യവുമായി വന്നപ്പോൾ ഉത്തരം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയില്ല. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുറച്ചിലുമല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുറവാണെന്ന് കരുതി എല്ലാത്തിനും മറുപടി പറയാൻ പോകുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്.
വഖീല ലഹു, ഇമാം മാലിക്കിനോട് പറയപ്പെട്ടു, അർറജുലു യകൂനു ആലിമൻ ബിസ്സുനൻ, സുന്നത്ത് പഠിച്ച ഒരാൾ ആലിമാണ്, സലഫു സാലിഹ്യങ്ങളുടെ മാർഗം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇൽമു നേടിയിട്ടുണ്ട്. യുജാദിലു അൻഹ, അവൻ ഈ മാർഗം പരിചയപ്പെടുത്താൻ വേണ്ടി തർക്കിക്കേണ്ടതുണ്ടോ? ആളുകളോടൊക്കെ പോയി തർക്കിച്ച് അവരെ വിശ്വാസം അവരെ കൊണ്ട് സ്വീകരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഖാലല, ഇമാം മാലിക് പറഞ്ഞു വേണ്ട. വലാകിൻ യുഖ്ബിറു ബിസ്സുന്ന, അവൻ സുന്നത്ത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്ന ഇന്ന വാക്കുകളാണ് സഹാബത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഫഇൻ ഖുബില മിൻഹു, ആളുകൾ അത് സ്വീകരിച്ചാൽ നല്ലത്, വഇല്ലാ സകത്, സ്വീകരിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അൽഹംദുലില്ലാഹ്, അവന്റെ ബാധ്യത തീർന്നു, അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്, അത് ജനങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എന്ന് കരുതി മിണ്ടാതിരുന്നാൽ മതി എന്നാണ് ഇമാം മാലിക് പറയുന്നത്. ഇതാണ് അടിസ്ഥാനം, തർക്കിക്കരുത് എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കുക, സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ്, രണ്ട് പ്രതിഫലം, നമ്മൾ ദഅവത്ത് ചെയ്തതിന്റെ പ്രതിഫലവും അയാൾക്ക് ഹിദായത്ത് കിട്ടിയതിന്റെ പ്രതിഫലം. തള്ളിക്കളഞ്ഞാലും നമ്മുടെ ദഅവത്തിന്റെ പ്രതിഫലം നമുക്കുണ്ട്. ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് ചില ഇസ്തിസ്നാകളുണ്ട്, ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇളവുകളുണ്ട് തർക്കിക്കാൻ, ആ സന്ദർഭങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം. വഖാല, അതുപോലെ മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മിറാഉ വൽ ജിദാലു ഫിൽ ഇൽം യദ്ഹബു ബിനൂരിൽ ഇൽം, ഇൽമിന്റെ കാര്യത്തിലുള്ള തർക്കം, കുതർക്കം, തർക്കം എന്ന് പറയുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ നിങ്ങൾ ഓർക്കണം, അനാവശ്യമായ തർക്കങ്ങൾ. ഇങ്ങനെയുള്ള തർക്കങ്ങൾ യദ്ഹബു ബിനൂരിൽ ഇൽം, ഇൽമിന്റെ പ്രകാശം കെടുത്തിക്കളയും. അത് അനുഭവമുള്ള കാര്യമാണ് നമുക്കെല്ലാം. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള തർക്കമാണ്? ഒന്ന് അഖീദയുടെ വിഷയത്തിലുള്ള തർക്കം, രണ്ട് ഇഖ്ലാസ് ഇല്ലാത്ത ജയിക്കാൻ വേണ്ടിയുള്ള തർക്കം, മൂന്നാമത്തേത് ഇൽമില്ലാത്ത തർക്കം. ഇത് മൂന്നുമാണ് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. വഖാല അൽ മിറാഉ ഫിൽ ഇൽമി യുഖസ്സിൽ ഖൽബ് വയൂരിസു അദ്ദഗൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുകയാണ്, ഇൽമിന്റെ കാര്യത്തിലുള്ള ഇത്തരം ആക്ഷേപിക്കപ്പെട്ട തർക്കങ്ങൾ അത് കാരണം എന്തുണ്ടാവും? യുഖസ്സിൽ ഖൽബ്, മനസ്സിന് ഖസ്വത്തുണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെയുള്ള അനാവശ്യമായ തർക്കം നടത്തുന്ന കുതർക്കികളായിട്ടുള്ള ആളുകൾ, ഹക്ക് തെളിയിക്കാൻ വേണ്ടി അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രം തർക്കിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ബാത്തിലിന് വേണ്ടി വാദിക്കുന്നവർ, അല്ലെങ്കിൽ അനാവശ്യമായി തർക്കിക്കുന്നവർ, അനവസരത്തിൽ തർക്കിക്കുന്നവർ, തെളിവില്ലാതെ ഇൽമില്ലാതെ നിയ്യത്ത് ശരിയല്ലാതെ തർക്കിക്കുന്നവർ, അവരുടെ ഖൽബ് അങ്ങേയറ്റത്തെ ഖസ്വത്തുള്ളതായിരിക്കും, പരുക്കന്മാരായിരിക്കും. അവരുടെ തെറ്റുകൾ നിസ്സാരമായി കാണുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകും, ഖൽബിന് ഖസ്വത്തുണ്ടാകും, ശത്രുതയുണ്ടാകും. അവിടെ വ്യക്തമാണ്. എത്രയോ ആളുകൾ, അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആളുകൾ ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യങ്ങൾ പോലും തർക്കിച്ചതിന്റെ പേരിൽ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, വകാന യഖൂലു ഫിൽ മസായിൽ ലത്തി യുസ്അലു അൻഹാ കസീറൻ ലാ അദ്രി, അദ്ദേഹം ധാരാളമായി ലാ അദ്രി എന്ന് പറയാറുണ്ടായിരുന്നു ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ഇമാം മാലിക് ആരാണ്? ഇമാം ദാരുൽ ഹിജ്റ, മദീനയുടെ ഇമാം എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് ധാരാളം മസലകൾ ചോദിക്കും, ലാ അദ്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇക്കാലത്തും അത് നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് ഇന്ന് മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ദർസുകൾ കേട്ടാൽ മനസ്സിലാകും, ഒരു ദർസിൽ ഒരു പ്രാവശ്യമെങ്കിലും ലാ അദ്രി എന്ന് പറയാത്തത് ഉണ്ടാവുകയില്ല ചോദ്യങ്ങൾക്ക്. ചിലപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും, ഇന്നതായിരിക്കും ഉത്തരം, പക്ഷെ അത് അദ്ദേഹത്തിന്റെ മറുപടി ലാ അദ്രി എന്നായിരിക്കും. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അത് മാതൃകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു, വഖദ് വറദ അൻ-നഹ്യു അൻ കസ്റത്തിൽ മസായിൽ വഅൻ ഉഗ്ലൂത്താത്തിൽ മസായിൽ, മുൻഗാമികൾ വിലക്കിയിട്ടുണ്ട് അൻ കസ്റത്തിൽ മസായിൽ, അധികരിച്ച മസലകൾ. അധികരിച്ച മസലകൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ മസലകൾ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻഗാമികൾ ഉയർത്തിരുന്നു. വഅൻ ഉഗ്ലൂത്താത്തിൽ മസായിൽ, ഉഗ്ലൂത്താത്ത് എന്ന് പറഞ്ഞാൽ വിവാദമായിട്ടുള്ള മസലകൾ, തർക്കിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന മസലകൾ. വഅനിൽ മസായിലി ഖബ്ല വുഖൂഇൽ ഹവാദിസ്, സംഭവിക്കാത്ത കാര്യങ്ങൾ, ഭാവിയിൽ എന്നോ കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. വഫി ദാലിക മാ യതൂലു ദിക്റുഹു, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നീണ്ടുപോകും. വമഅ ഹാദാ ഫഫി കലാമി സലഫി വലഅഇമ്മതി കമാലിക് വശാഫിഈ വഅഹ്മദ് വഇസ്ഹാഖ് അത്തൻബീഹു അലാ മഅഖദിൽ ഫിഖ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുൻഗാമികൾ അമിതമായി സംസാരിക്കരുത്, അനാവശ്യമായ മസലകൾ സംസാരിക്കരുത്, തർക്കിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇമാമിയങ്ങൾ, മാലിക്കിനെയും ഷാഫിയെയും അഹ്മദിനെയൊക്കെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ, അവരുടെ സംസാരം പഠിച്ചാൽ മഅഖദുൽ ഫിഖ് വമദാരികുൽ അഹ്കാം, ഫിഖ് നമുക്ക് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. അഥവാ പിൽക്കാലക്കാര് ഫിഖ്ഹിൽ ഒരുപാട് സംസാരിച്ച് സാങ്കല്പികമായ മസലകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് നീട്ടിയിട്ടുണ്ട് ഫിഖ്. പക്ഷെ ഈ ചുരുക്കി പറഞ്ഞ മുൻഗാമികളുടെ കിതാബുകൾ വായിച്ചാൽ, അവരുടെ സംസാരം വായിച്ചാൽ നമുക്ക് ആവശ്യമായ ഇൽമു കിട്ടും. ബികലാമിൻ വജീദിൻ മുഖ്തസർ,
വളരെ സംക്ഷിപ്തമായ വാക്കുകളിലൂടെ അവർ നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. യുഫ്ഹമു ബിഹിൽ മഖ്സൂദ് മിൻ ഗൈരി ഇതാലത്തിൻ വലാ ഇസ്ഹാബ്, എന്താണ് ഉദ്ദേശമെന്ന് ദീർഘിക്കാതെ നീട്ടിവലിക്കാതെ പറഞ്ഞു തന്നിട്ടുമുണ്ട് അവർ. وفي كلامهم من رد الأقوال المخالفة للسنة بألطف إشارة وأحسن عبارة بحيث يغني ذلك من فهمه عن إطالة المتكلمين في ذلك بعدهم. പിൽക്കാലക്കാർ ഒരുപാട് നീട്ടുവലിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാളും വ്യക്തമായി സുന്നത്തിന്റെ തെളിവുകൾ, സുന്നത്തിനെതിരായി സലഫു സാലിഹീങ്ങളുടെ മനഹജിനെതിരായി പറയപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കുള്ള മറുപടികളും ഈ ഇമാമിങ്ങളുടെ വാക്കുകൾ കാണാൻ സാധിക്കും. പിൽക്കാലക്കാർ നീട്ടിവലിച്ച് പറഞ്ഞതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപകാരം ഇവരുടെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്നും കിട്ടാൻ നമുക്ക് ലഭിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഖദരിയാക്കൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായി സംസാരിക്കേണ്ടി വരും പിൽക്കാലക്കാർക്ക്. പക്ഷേ ഇമാം ഷാഫി പറഞ്ഞതാണ്, ഖാലിഫുഹും ബിൽ ഇൽം ഫൈൻ അഖറു ബിഹി ഖുസിമു വൈൻ അൻകറുഹു കഫറു. ഖദരിയാക്കളോട് അള്ളാഹുവിന്റെ എൽമിനെ പറ്റി ചോദിക്കുക. അള്ളാഹ്ക്ക് എൽമുണ്ടോ ഇല്ലേ, അതാന്റെ എൽമ് പൂർണ്ണമാണോ അല്ലേ എന്ന് ചോദിക്കുക. അതവർ അംഗീകരിച്ചാൽ തോറ്റു, നിഷേധിച്ചാൽ കാഫിറായി. അപ്പൊ ഇങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ വേണ്ടതെല്ലാം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. ബുഇസ്തു ബിജവാമിഉൽ കലിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഖ്തുസറ ലിയൽ കലാം ഇഖ്തിസാറ, അള്ളാഹു എനിക്ക് സംസാരം ചുരുക്കി തന്നിരിക്കുന്നു, ചെറിയ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. ബൽ റബ്ബമാ ലം യതളമ്മൻ തത്വീലു കലാമി മിൻ ബഅദഹും മിൻ അസ്സവാബി ഫി ദാലിക മാ തളമ്മനഹു കലാമു സലഫി വൽ അഇമ്മത്തി മാ ഇഖ്തിസാരിഹി വഇജാസി. മുൻഗാമികൾ ചുരുക്കി പറഞ്ഞ കാര്യത്തിലുള്ള ഫായിദ പിൽക്കാലക്കാരുടെ നീണ്ട സംസാരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. فما سكت من سكت من كثرة الخصام والجدال من سلف الأمة جهلا ولا عجزا. മുൻഗാമികൾ തർക്കിക്കാതെ മിണ്ടാതിരുന്നത് വിവരമില്ലാഞ്ഞിട്ടോ തർക്കിക്കാൻ കഴിവില്ലാഞ്ഞിട്ടോ അല്ല. വലാകിൻ സകതു അൻ ഇൽമിൻ വഖശ്യത്തിൻ ലില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. ഇതിനർത്ഥം ഒരിക്കലും എന്തല്ല, ഇൽമിൽ ആഴത്തിൽ പഠനം നടത്തരുത്, ഗവേഷണം നടത്തരുത് എന്നല്ല. ഇൽമ് ആഴത്തിൽ പഠിക്കണം, പക്ഷേ ആവശ്യമുള്ള മസലകൾ പഠിക്കുക, നല്ല നിയ്യത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ അമൽ ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതുപോലെ നിയ്യത്ത് ശരിയല്ലാത്ത തർക്കങ്ങളും അതൊക്കെയാണ് ഇവിടെ ആക്ഷേപിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ദീൻ ആഴത്തിൽ പഠിക്കരുത് എന്ന് ഇതൊന്നും അർത്ഥമാക്കുന്നില്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. വളരെ സൂക്ഷ്മമായ മസലകൾ പഠിക്കുന്നത് അത് നിരുപാധികം ആക്ഷേപിക്കുന്ന ആളുകളെ കാണാം. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? നമ്മൾ അമൽ ചെയ്യേണ്ട കാര്യം അത് എത്ര സൂക്ഷ്മമായതാണെങ്കിലും അത് പഠിക്കുകയും അതിൽ ഒരു നിലപാട് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മീശ വെട്ടുന്നത് എങ്ങനെയാണ് വെട്ടേണ്ടത്? മീശ മുഴുവൻ ചെറുതാക്കണോ, അതല്ല മീശയുടെ താഴ്ഭാഗത്തൊരു വര മാത്രം കാണുന്ന രീതിയിൽ വായിലേക്ക് ഇറങ്ങാതാക്കിയാൽ മതിയോ? എന്തിനാണ് ഇതിനെക്കുറിച്ച് തർക്കിക്കുന്നത്? വിശ്വാസം മീശ ചെറുതാക്കാൻ പറഞ്ഞു, അത് ചെറുതാക്കിയാൽ പോരെ, എങ്ങനെയെങ്കിലും ചെറുതാക്കിയാൽ പോരെ. അങ്ങനെയല്ല, സഹാബത്ത് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിൻഗാമി മദ്ഹബുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് അമൽ ചെയ്യേണ്ട കാര്യമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ, അതുപോലെ തന്നെ ദഹബി സിയർ അലാമിൻ നുബലായിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. മൻ തലബ ഇൽമൻ ഫൽയുദഖിഖ് ഫീഹി ലിഅല്ലാ യദ്ഹബ ദഖീഖുൽ ഇൽം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൽമ പഠിക്കുകയാണെങ്കിൽ ഫൽയുദഖിഖ്, അതിലവൻ സൂക്ഷ്മമായി പഠിക്കട്ടെ, ആഴത്തിൽ പഠിക്കട്ടെ. ലിഅല്ലാ യദ്ഹബ ദഖീഖുൽ ഇൽം, ഒരു ഇൽമു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഒരു മസലയെക്കുറിച്ച് ആരും പഠിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ആ മസല ഈ ഉമ്മത്തിൽ നിന്ന് അത് അശ്രദ്ധയിലായി പോകും. അങ്ങനെ ഉണ്ടാവരുത് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്നെ ഇത്രയും തർക്കത്തെയൊക്കെ വിലക്കിയിട്ടുള്ള ആക്ഷേപിച്ചിട്ടുള്ള ഇമാം അഹ്മദ് തന്നെ അദ്ദേഹത്തിന്റെ മസായിൽ ഇമാം അഹ്മദ് എന്ന് പറയുന്ന കിതാബുകളിൽ വളരെ സൂക്ഷ്മമായ മസാലകളെ കുറിച്ച് ചർച്ചകൾ നടത്തിയതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് ചർച്ച ചെയ്തിട്ടുള്ള ഒരു മസാല, ഒരു സ്ത്രീ, അഹ്ൽ കിതാബിൽപ്പെട്ട ഒരു സ്ത്രീ മുസ്ലിമായ ഒരാൾ വിവാഹം കഴിച്ചു, ഗർഭിണിയായിരിക്കും, മരണപ്പെട്ടു. ഇവളെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ കബറടക്കണോ അതോ അഹ്ൽ കിതാബിന്റെ മഖ്ബറയിൽ കബറടക്കണോ? എന്താണ് ചെയ്യേണ്ടത്? ഇമാം അഹ്മദോ അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രണ്ടിലൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ കബറടക്കിയാൽ അവൾ കാഫിറാണ്, നസ്രാനിയാണ്. കാഫിറുകളുടെ മഖ്ബറയിലാണെങ്കിലോ വയറ്റിൽ കിടന്ന കുട്ടി മുസ്ലിമാണ്. അപ്പോ അദ്ദേഹം ഫത്വ കൊടുത്തത് രണ്ടുമല്ലാത്തൊരു സ്ഥലത്ത് കബറടക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് രണ്ടും പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു വലീമയിൽ ഹറാമുകൾ നടക്കുന്ന ഒരു വലീമ, ഒരു സദ്യ, അതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? ഇമാം അഹ്മദ് പറഞ്ഞു പാടില്ല. ഹറാമുകൾ നടക്കുന്ന ഒരു ജനാസ, മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഹറാമുകൾ നടക്കുന്നുണ്ട്, ഉറക്കെയുള്ള ദിക്റുകൾ അല്ലെങ്കിൽ പാട്ട്, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട്, അതിൽ പോകാൻ പാടുണ്ടോ? അതിൽ പോകണം.
ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ചു. എന്താണ് ഇമാം അഹ്മദ് ഇങ്ങനെ രണ്ടും തമ്മിൽ വേർതിരിക്കാൻ കാരണം, വ്യത്യാസം കാണിക്കാൻ കാരണം? ഇമാം അഹ്മദ് ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് ഈ ഫത്വ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. വലീമ എന്ന് പറയുന്നത് ആരുടെ ഹക്കാണ്? നമ്മെ ക്ഷണിച്ചവന്റെ ഹക്കാണ്. അവിടെയും മുൻകറാത്തുകൾ നടത്തുന്നതാരാണ്? ഈ ഹറാമുകൾ നടത്തുന്നതാരാണ്? അതും ഇവനാണ്. അപ്പൊ അവൻ ചെയ്ത മുൻകറാത്തുകൾ കാരണം അവനോടുള്ള ഹക്ക് നമ്മൾ ഉപേക്ഷിക്കും. എന്നാൽ മയ്യത്തിന്റെ പിന്നാലെ നടക്കുന്നത് ആരോടുള്ള ഹക്കാണ്? മയ്യത്തിനോടുള്ള ബാധ്യതയാണ്. അവിടെ നടക്കുന്ന ഹറാമുകൾ ആരാണ് ചെയ്യുന്നത്? മയ്യത്തല്ല. അതുകൊണ്ട് മയ്യത്തിന്റെ പിന്നിൽ നടക്കണം ഹറാമുണ്ടെങ്കിലും. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായി അവർ ചിന്തിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. തർക്കം പാടില്ല, ഇങ്ങനെ ചകഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമാം അഹ്മദ് തന്നെ അമൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതല്ല ഇവിടെ ആക്ഷേപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറയുന്ന ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്നെ ജാമിഉൽ ഉലൂം വൽ ഹിക്മ നോക്കിയാൽ വളരെ സൂക്ഷ്മമായ പല മസലകളും ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. അതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അഖീദയിലുള്ള തർക്കങ്ങൾ, ബാത്തിൽ തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന തർക്കങ്ങൾ, അതുപോലെ നിയ്യത്ത് ശരിയല്ലാത്ത ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ ഇൽമില്ലാതെ യുക്തിയുടെ അടിസ്ഥാനത്തിലും മറ്റു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വമാ തകല്ലമ മൻ തകല്ലം ഇബ്നു റജബ് പറയുകയാണ്. വതവസ്സഅ മൻ തവസ്സഅ ബഅദഹും. ഇനി പിൽക്കാലക്കാരായ ആളുകൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വോള്യം കണക്കിന് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആയത്തോ ഹദീസോ ഇല്ലാത്ത, അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു വഹീന്റെ വെളിച്ചവും ഇല്ലാത്ത ഒരുപാട് കിതാബുകൾ എഴുതി കൂട്ടിയിട്ടുണ്ടാവും. ഇതൊന്നും എന്തല്ല ലിഖ്തിസാസിഹി ബിഇൽമിൻ ദൂനഹും, മുൻഗാമികൾക്ക് കിട്ടാത്ത ഒരു ഇൽമ് ഇവർക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നാരും കരുതേണ്ടതില്ല. വലാകിൻ ഹുബ്ബൻ ലിൽ കലാമി വഖില്ലത വറ. ഇവർ സംസാരിച്ചതിന് പിൽക്കാലക്കാരായ ഈ ആക്ഷേപിക്കപ്പെട്ട സംസാരത്തിന്റെ ആളുകൾ അവരുടെ സംസാരം ഒരുപാട് കൂടാൻ ഒരു കാരണമേ ഉള്ളൂ. ഹുബ്ബൻ ലിൽ കലാം, അവർക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. വഖില്ലത വറ, അവർക്ക് വറ ഇല്ല, അല്ലാഹുവിനെ പേടിയില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സംസാരിക്കാം, ഏത് വിഷയത്തിലും കിതാബ് എഴുതാം. അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു മസല അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരുടെ എഴുത്ത് കൂടുതലായിരിക്കും. കമാ ഖാല അൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, വസമിഅ ഖൗമൻ യതജാദലൂൻ, അദ്ദേഹം കുറെ ആളുകൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. ഇരുന്നിട്ട് തർക്കമാണ്, സംവാദം. ഹഉലാഇ ഖൗമുൻ, ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹഉലാഇ ഖൗമുൻ മല്ലു അൽ ഇബാദ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ഇബാദത്ത് മടുത്തു. നിസ്കരിക്കാനും മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാനും ഖുർആൻ ഓതാനും ഒക്കെ അവർക്ക് മടുപ്പാണ്. വഖഫ അലൈഹിമുൽ ഖൗൽ, സംസാരിക്കുന്നത് അവർക്ക് വളരെ എളുപ്പമായി തോന്നുകയും ചെയ്തു. വഖല്ല വറഅഹും, അവർക്ക് വറഅ പൊതുവെ കുറവാണ്, അതാണ് പേടിയില്ല. ഇത് മൂന്നും കൂടി ആയപ്പോ ഫതകല്ലം, അവർ സംസാരിച്ചു. ഇബാദത്ത് ചെയ്യാൻ മടി, അതുപോലെ സംസാരിക്കാനുള്ള എളുപ്പം, അതെല്ലാവർക്കും എളുപ്പമാണ് സംസാരിക്കുക എന്നുള്ളത്. വറഅ കുറവും, ഇത് മൂന്നും കൂടി ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. وقال مهدي بن ميمون سمعت محمد بن سيرين وما رآه رجل ففطن له فقال إني أعلم ما يريد إني لو أردت أن أماريك كنت عالما بأبواب المراء. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹത്തെ ഒരാൾ മാറാഹു റജുൽ, അദ്ദേഹത്തോട് ഒരാൾ തർക്കിച്ചു. ഫഫത്തിന ലഹു, അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവന്റെ ഉദ്ദേശം തർക്കമാണ്, അറിയാൻ വേണ്ടിയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഅലമു മാ യുരീദ്, എനിക്ക് മനസ്സിലായി ഇവന്റെ ഉദ്ദേശം. ഇന്നി ലൗ അറദ്തു അൻ ഉമാരീക്, ഞാൻ നിന്നോട് തർക്കിക്കാൻ ഉദ്ദേശിച്ചാൽ കുൻതു ആലിമൻ ബി അബ്വാബിൽ മിറ, തർക്കത്തിന്റെ എല്ലാ ബാബുകളും എനിക്കറിയാം. തർക്കം എന്ന് പറയുന്ന ഈ ഒരു കല, അതിനൊരുപാട് ബാബുകളുടെ, അതൊക്കെ എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ അന അഅലമു ബിൽ മിറാഇ മിൻക, നിന്നെക്കാളും വലിയ തർക്കത്തിന്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. വലാകിന്നി ലാ ഉമാരീക്, പക്ഷെ ഞാൻ തർക്കിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വഖാല ഇബ്രാഹിം അൻ-നഖഈ, ഇബ്രാഹിം നഖഈ റഹിമഹുല്ലാഹ് താബിഈയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മാ ഖാസംതു ഖത്തു, ഞാൻ ഒരിക്കലും തർക്കിച്ചിട്ടില്ല ജീവിതത്തിൽ. വഖാല അബ്ദുൽ കരീം അൽ-ഹൗരി, അദ്ദേഹം പറഞ്ഞത് മാ ഖാസമ വരിഉൻ ഖത്തു, വറഉള്ള ഒരാൾ, തഖ്വയുള്ള ഒരാൾ ഒരിക്കലും തർക്കിക്കുകയില്ല. വഖാല ജഅഫർ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ്, ജഅഫർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ജഅഫർ അസ്-സാദിഖ് എന്ന് പറയുന്ന അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹു തആലയുടെ പേരക്കുട്ടി, ജഅഫർ ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി. അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വൽ ഖുസുമാത്, നിങ്ങൾ തർക്കത്തെ സൂക്ഷിക്കുക, ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ, ഫഇന്നഹ തശ്ഗലുൽ ഖൽബ്, അത് ഖൽബിനെ ശുഗുലാക്കും. അല്ലെ, തർക്കിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിസ്കാരത്തിൽ ചിന്ത എന്തായിരിക്കും? ഇവനെന്ത് മറുപടി കൊടുക്കും, ഇവൻ എങ്ങനെ തോൽപ്പിക്കും എന്നതായിരിക്കും, അതായിരിക്കും മനസ്സിലുള്ള ചിന്ത. വതൂരിസുൻ നിഫാഖ്, നിഫാഖ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി കളവ് പറയും, മനസ്സിൽ വിശ്വസിക്കുന്നത് എതിരായിട്ട് സംസാരിക്കും. ചിലപ്പോൾ സംസാരത്തിന്റെ ഇടയിൽ, തർക്കത്തിനിടയിൽ എതിരാളി പറഞ്ഞതാണ് ഹക്ക് എന്നൊരു തോന്നൽ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ വാദം അത് ബാത്തിലാണ് എന്ന് വളരെ വ്യക്തമാണ്, ഏത് കുട്ടിക്കും അറിയാം എന്നൊക്കെ പറയും. ഇവൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും
ഇപ്പം പറയുന്നതാണ് ശരിയെന്നുള്ളത്. അപ്പൊ അങ്ങനെ നിഫാഖ് ഉണ്ടാകും പതുക്കെ എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു, ഈ തർക്കമെല്ലാം ആക്ഷേപിക്കപ്പെട്ട തർക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഹക്കിന് വേണ്ടിയാണ് തർക്കിക്കുന്നത്, ഇൽമുള്ളയാളാണ്, നല്ല നിയ്യത്താണുള്ളത് എങ്കിൽ ഈ പറഞ്ഞത് ബാധകമല്ല. അതുപോലെ ദറൂറത്തിലാണ് തർക്കിക്കുന്നതെങ്കിൽ. വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് യഖൂൽ ഇദാ സമിഅത അൽമിറാഅ ഫഅഖ്സിർ, തർക്കിക്കുന്നത് കേട്ടാൽ നീ നിർത്തുക. എതിരാളി നിന്നോട് തർക്കിക്കാൻ വന്നാൽ നീ അവിടെ നിർത്തുക. വഖാല, അദ്ദേഹം പറഞ്ഞു, മൻ ജഅല ദീനഹു അർദൻ ലിൽ ഖുസുമാത്, ആരാണോ തന്റെ ദീനിനെ തർക്കത്തിന്റെ ഒരു ഇരയാക്കുന്നത്, തർക്കത്തിന് മുന്നിൽ തന്റെ ദീനിനെ കൊണ്ടുപോയി വെക്കുന്നത്, അക്സറത്ത് തനഖുൽ, നേരത്തെ ഞാൻ പറഞ്ഞു, അവൻ മാറിക്കൊണ്ടിരിക്കും, അവന്റെ ദീന് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ നമ്മുടെ സ്വഭാവം ഒരു താർക്കിക സ്വഭാവമാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ നമുക്ക് ഓരോ ദീനായിരിക്കും. നേരെ മറിച്ച് ഇബാദത്തിൽ കൂടുതൽ മുഴുകി നടക്കുന്ന, അത്യാവശ്യത്തിന് മാത്രം തർക്കിക്കുന്ന അങ്ങനെയുള്ള പ്രകൃതമുള്ള ഒരാളാണെങ്കിൽ അവൻ ഏറെക്കുറെ ഒരു സ്ഥിരതയുണ്ടാകും. മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും, പക്ഷെ മാറ്റത്തിനൊരു പരിധിയുണ്ട്. തുടർച്ചയായ മാറ്റങ്ങൾ, ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാത്ത അവസ്ഥ, ഇത് തർക്കിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ്. വകാനുഹും, അദ്ദേഹം പറയുകയാണ്, വഖാല ഇന്ന സാബിഖീന അൻ ഇൽമിൻ വഖഫു, മുൻഗാമികൾ സലഫുകൾ അവർ മിണ്ടാതിരുന്നത് ഇൽമു കൊണ്ടാണ്, ഇൽമില്ലാത്തതുകൊണ്ടല്ല. ഈ വിഷയത്തിൽ തർക്കിക്കാൻ പാടില്ല എന്ന ഇൽമുള്ളതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. അബിബസരിൻ നാഫിദിൻ കഫു, അവർ ചില വിഷയങ്ങളിൽ വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ബസീറത്തോടു കൂടിയാണ്. വകാനുഹും അഖ്വ അലൽ ബഹ്സി ലൗ ബഹസു, തർക്കിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ നിങ്ങളെക്കാളും ശക്തരാണ് തർക്കിക്കാൻ. വകലാമു സലഫി ഫി ഹാദൽ മഅന കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിൽ സലഫുകളുടെ സംസാരം ധാരാളമുണ്ട്. വഖദ് ഫുതിന കസീറുൻ മിനൽ മുതഅഖിരീന ബിഹാദാ, പിൻഗാമികളായ ധാരാളം ആളുകൾ ഈ കാര്യത്തിൽ ഫിത്നയിലായിട്ടുണ്ട്. ഫظنوا ان من كثر كلامه وجداله وخصامه في مسائل الدين فهو اعلم ممن ليس كذلك, അവർ വിചാരിക്കുന്നത് കൂടുതൽ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് ആലിം, ആരാണ് കൂടുതൽ വലിയ ആലിം എന്നാണ് പലരുടെയും ധാരണ. വഹാദ ജഹ്ലുൻ മഹ്, ഇത് ശുദ്ധ ജഹലാകുന്നു. വൻദുർ ഇല അകാബിർ സഹാബത്തി ഉലമാഇഹിം, സഹാബത്തിന്റെ കാര്യം നോക്കൂ, കിബാറുകളായ സഹാബത്ത് അബൂബക്കർ ഉമർ അലി വമുആദ് വഇബ്നു മസ്ഊദ് വസയ്ദ് ബിൻ സാബിത്, ഈ പറഞ്ഞ ആളുകളൊക്കെ കൈഫ കാനു, അവരെങ്ങനെയായിരുന്നു, കലാമുഹും അഖല്ലു മിൻ കലാം ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിനെ അപേക്ഷിച്ച് ഇവരുടെ സംസാരം കുറവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നു സ്വഹാബത്തിന്റെ കാലത്ത്, പക്ഷെ ഇബ്നു അബ്ബാസിന്റെ സംസാരമാണ് കൂടുതൽ. വഹും അഅലമു മിൻഹു, പക്ഷെ ഇത്തിഫാഖുള്ള കാര്യമാണ് അബൂബക്കറും ഉമറും ഇബ്നു അബ്ബാസിനെക്കാളും ഇൽമുള്ളവരാണ് എന്ന കാര്യം റളിയല്ലാഹു അൻഹും. വകദാലിക കലാമു താബിഈന അക്സർ മിൻ കലാമി സഹാബ, അതുപോലെ തന്നെ താബിഈങ്ങളുടെ സംസാരത്തേക്കാൾ കൂടുതലാണ്, സഹാബത്തിന്റെ സംസാരത്തേക്കാൾ കൂടുതലാണ് താബിഈങ്ങളുടെ സംസാരം. വസ്സഹാബത്തു അഅലമു മിൻഹും, സഹാബത്താണ് കൂടുതൽ ഇൽമുള്ളത് എന്നതിൽ തർക്കമില്ല. ഇവിടെ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, സംസാരം എന്നുള്ളത് ഒരാൾക്ക് ഇൽമുണ്ട് എന്നതിന്റെ തെളിവല്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വന്നാൽ അത് അയാൾ മോശമാണ് എന്നും അർത്ഥമാക്കുന്നില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സംസാരിച്ചത് തെറ്റല്ല, പക്ഷെ അദ്ദേഹം കൂടുതൽ സംസാരിച്ചു എന്നുള്ളത് അദ്ദേഹം അബൂബക്കറിനേക്കാളും വലിയ ആലിമാണ് എന്നതിന്റെ തെളിവല്ല. സംസാരിച്ചത് ഒരു കുറ്റമല്ല ഒരിക്കലും, കാരണം അദ്ദേഹം സംസാരിക്കാൻ കാരണമുണ്ടായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബത്ത് ധാരാളമുണ്ട്, ഓരോ സഹാബിയും ആലിമാണ്, അവർക്കറിയാം ഹലാലും ഹറാം. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അതുപോലെ തന്നെ താബിഈങ്ങളായ സഹാബത്തിന്റെ മക്കളൊക്കെ പെരുകി, അവർക്ക് മുൻഗാമികളെ പോലെ ഇൽമില്ല, അതുകൊണ്ട് അവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഫത്വ കൊടുക്കുകയും ഒക്കെ ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവരുടെ മരണം വളരെ വൈകിയാണ്, ഒരുപാട് ദീർഘകാലം ജീവിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദാഹരണത്തിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു, ആയുസ് കൂടുമ്പോൾ സംസാരം കൂടും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഫത്വ കൊടുക്കുന്നത്, അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 2-3 വർഷത്തിനുള്ളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉദ്ദേശം ഇത് മാത്രമാണ്, സംസാരം കൂടി എന്നുള്ളത് ഇൽമു കൂടുതലുണ്ട് എന്നതിന്റെ തെളിവല്ല. وكذلك تابع التابعين كلامهم أكثر من كلام التابعين والتابعون أعلم منهم فليس العلم بكثرة الرواية ولا بكثرة المقالة. നേരത്തെ പറഞ്ഞ അതേ അർത്ഥം. ولكنه യഥാർത്ഥ ഇൽമ് എന്ന് പറയുന്നത് നൂറുൻ യുഖ്ദഫു ഫിൽ ഖൽബ്, ഒരു അടിമയുടെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ് ഇൽമ് എന്ന് പറയുന്നത്. يفهم به العبد الحق ويميز به بينه وبين الباطل, ആ നൂറ് കൊണ്ട് അടിമക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ويعبر عن ذلك بعبارات وجيزة محصلة للمقاصد, അങ്ങനെ ഹക്കും ബാത്തിലും അവൻ വേർതിരിച്ച് മനസ്സിലാക്കി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവൻ ഈ ഹക്കും ബാത്തിലും വിശദീകരിച്ചു കൊടുക്കും ജനങ്ങൾക്ക്. ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്.
ഇതും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ധാരാളം മഅലൂമാത്ത്, ധാരാളം അറിവുള്ള ഒരു മനുഷ്യൻ, വിവരങ്ങളുണ്ട്, കുറേ മസലകൾ അറിയാം, പക്ഷേ അവന്റെ മനസ്സിൽ വെളിച്ചമില്ല, പ്രകാശമില്ല. മറ്റൊരാൾ, അയാൾക്ക് ധാരാളം മസലകൾ അറിയാം, അതോടൊപ്പം മനസ്സിൽ വെളിച്ചമുണ്ട്. ഈ രണ്ടുപേരെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അതല്ലാതെ ഒരു ആലിം, ഒരുപാട് അറിവുള്ള ഒരാൾ, മറ്റൊരാൾക്ക് തഖ്വയും ഇബാദത്തും കുറച്ച് കൂടുതലാണ്, പക്ഷെ ഇൽമിന്റെ കാര്യത്തിൽ ഈ ആലിമിനോട് താരതമ്യം ചെയ്യാൻ പോലും പറ്റുകയില്ല. അങ്ങനെ ഒരാളെ ഈ ആലിമിനേക്കാൾ വലുത് എന്ന് പറയാൻ വേണ്ടിയല്ല ഇബ്നു റജബി പറയുന്നത്. നേരെ മറിച്ച് ഇൽമു കൊണ്ട് ഉപകാരം ഉണ്ടാകണമെങ്കിൽ അവന്റെ ഖൽബിൽ നൂറുണ്ടാകണം. ഇൽമു മാത്രം പോരാ, അതിന്റെ കൂടെ അമൽ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇൽമു ഒഴിവാക്കാൻ ഇതൊരു ന്യായമല്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട് ഈ കിതാബും അതുപോലെ ഇത്തരത്തിലുള്ള അസറുകളൊക്കെ. എന്നിട്ട് അവർ പറയും ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിയാണ്, ഇൽമു പഠിക്കുക എന്നുള്ളതല്ല, മസലകൾ അറിയുക എന്നുള്ളതല്ല, അള്ളാഹിനെ പേടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇൽമു ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് രണ്ടും ഒരുമിച്ച് കൂട്ടുകയാണ് സലഫുകളുടെ ഉപദേശത്തിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മളെ ഇൽമിൽ നിന്ന് തടയുക എന്നുള്ളതല്ല. കാരണം അന്ന് സലഫുകളുടെ കാലത്ത് ഇൽമു പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല, അതെല്ലാവരും പഠിച്ചുകൊള്ളും. ഇൽമു പഠിക്കുന്ന ആളുകളോടാണ് അവർ സംസാരിക്കുന്നത്. വലക്കിന്നൽ ഇൽമ നൂറുൻ യഖ്ദിഫു അല്ലാഹു ഫീ ഖുലൂബിൽ ഇബാദ, അല്ലാഹു മനസ്സിലിട്ട് കൊടുക്കുന്ന വെളിച്ചമാണ് ഇൽമ്. ഈ മസലകൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നവർ പറയുന്നത് ഇൽമു പഠിക്കാൻ വേണ്ടി ദാഹിച്ചു വരുന്ന ആളുകളോടാണ്. നമ്മൾ ജാഹിലിയങ്ങളായ ഇൽമിന്റെ സദസ്സുകളിൽ നിന്ന് തിരിഞ്ഞടക്കുന്ന ആളുകളോട് പിന്നാലെ പോയിട്ട് വലാക്കിന്നൽ ഇൽമ ഖശ്യ എന്ന് പറഞ്ഞു കൊടുത്താൽ അവന്റെ തിരിച്ച് നടത്തം ഒന്നുകൂടി വേഗത്തിലാക്കുന്നു മാത്രം. അതുകൊണ്ട് ഇത് രണ്ടും വേണമെന്നതാണ് ഇബ്നു റജബിന്റെ ഉദ്ദേശം, സലഫുകളുടെ ഉദ്ദേശം. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയ ജവാമിഉൽ കലീം വഖ്തസറ ലഹുൽ കലാം മുഖ്തസാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ചുരുങ്ങിയതായിരുന്നു. വലഹാദ വറദ നഹ്യു അൻ കസറത്തുൽ കലാം, അതുകൊണ്ട് അധികരിച്ച സംസാരത്തെക്കുറിച്ച് വിലക്ക് വന്നിട്ടുണ്ട്. വത്തവസ്സുഉ ഫിൽ ഖീലി വൽ ഖാൽ, ഖാലഖീലകൾ സംസാരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ ഇല്ലാ മുബല്ലിഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നത്, അല്ലാഹു ഒരു നബിയെയും പറഞ്ഞയച്ചത് ഇല്ലാ മുബല്ലിഗൻ, അല്ലാഹുവിന്റെ വഹി എത്തിച്ചു കൊടുക്കുന്നവനായിട്ടാണ്. വഅന്ന തശ്ഖീഖൽ കലാമി മിനശ് ശൈത്താൻ, അധികരിച്ച സംസാരം, ഒരേ ആശയം തന്നെ അനാവശ്യമായി കുറേ വാചകങ്ങൾ നീട്ടിപ്പരത്തി പറയുന്നത് ശൈത്താന്റെതാണ്, ശൈത്താന്റെ സ്വഭാവം. യാനി അന്ന നബിയ ഇന്നമാ യതകല്ലമു ബിമാ യഹ്സുലു ബിഹിൽ ബലാഗ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നബി സംസാരിക്കുക ആ വഹി എത്താൻ ആവശ്യമായ അളവിൽ മാത്രമാണ്. ഈ ഹദീസ് കണ്ടിട്ടില്ല, അല്ലാഹു അലം, ഈ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് അറിയില്ല. വഅമ്മ കസ്റത്തുൽ ഖൗലി വതശ്ഖീഖുൽ കലാം ഫഇന്നഹു മദ്മൂം, അധികരിച്ച സംസാരം ആക്ഷേപിക്കപ്പെട്ടതാണ്. വകാനത് ഖുതബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ വളരെ ചുരുങ്ങിയതായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വർഷങ്ങളോളം നടത്തിയ ഖുതുബകൾ എവിടെ? ഒരു ഹദീസിന്റെ കിതാബിലും കാണാനില്ല. അതിന് മറുപടിയായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ മുഴുവൻ ആയത്തുകളായിരുന്നു. 4, 5, 8, 10 ആയത്തുകളോതും. അപ്പൊ പിന്നെ അത് പ്രത്യേകിച്ച് റിവായത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഖുർആനിൽ മുസ്ഹഫിലുണ്ട് ഇതെല്ലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ റിവായത്ത് ചെയ്യപ്പെടാത്തത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ചുരുങ്ങിയതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. വകാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹു അഅദ്ദു ലഅഹ്സാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചുരുക്കിയാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഒരു സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദങ്ങൾ എണ്ണാൻ സാധിക്കും. 1, 2 എന്ന് പറഞ്ഞ് വിരലുകൊണ്ട് എണ്ണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന വാക്കുകൾ. വഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്ന മിനൽ ബയാനി സിഹ്റ, സംസാരത്തിൽ സിഹറുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അധികരിച്ച സംസാരം, ഭംഗി കൂട്ടിയ സംസാരം, അതൊരു സിഹറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഇന്നമ ഖാലഹു ഫി ദമ്മി ദാലിക ലാ മദ്ഹല്ലഹു കമാ ظن ذلك من ظن. ചില ആളുകൾ ഈ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല സംസാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയതാണ്, നല്ല ഭംഗിയിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുകഴ്ത്തിയതാണ്. പക്ഷെ ഇവിടെ പുകഴ്ത്തിയതല്ല എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത്. ആക്ഷേപിച്ചതാണ്, സിഹർ പോലെ മോശമാണ് ഇങ്ങനെയുള്ള ഭംഗി കൂട്ടിയ സംസാരം എന്നുള്ളത്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത് ഇത് പൂർണ്ണമായും ശരിയല്ല. നേരെ മറിച്ച് സാഹചര്യത്തിനനുസരിച്ചാണ്. ഒരാൾ അയാളുടെ സംസാരം ഉപയോഗിക്കുന്നത് ഹക്കിന് വേണ്ടിയാണെങ്കിൽ അത് മദ്ഹാണ്. എന്നാൽ ബാത്തിലിന് വേണ്ടിയാണ് ഈ മനോഹരമായ സംസാരം ഉപയോഗിക്കുന്നതെങ്കിൽ അത് സിഹർ പോലെ ഉപദ്രവകരമാണ്. وفي الترمذي وغيره عن عبد الله بن عمرو مرفوعا أن الله لا يبغض البليغ من الرجال الذي يتخلل بلسانه كما تتخلل البقرة بلسانها. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹു തആല ഒരു പശു തന്റെ നാവ് കൊണ്ട് എങ്ങനെയാണോ ആ നാവ് ചലിപ്പിക്കുന്നത് അതുപോലെ ചലിപ്പിച്ച് നിർത്താതെ സംസാരിക്കുന്നവനെ
അള്ളാഹു വെറുക്കുന്നു എന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഫിൽ മഅന ഹദീസ് കസീറ, ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മർഫൂഅത്തുൻ വമൗഖൂഫ അല ഉമർ വസഅദ് വഇബ്നു മസ്ഊദ് വആയിഷ വഗൈരിഹിം മിനസ് സഹാബ. ഫയജിബു അൻ യുഅതഖദ്, നിർബന്ധമായും വിശ്വസിക്കേണ്ടതുണ്ട്, അന്നഹു ലൈസ കുല്ലു മൻ കസറ ബസ്തുഹു ലിൽഖൗലി വകലാമുഹു ഫിൽ ഇൽമി കാന അഅലമ മിമ്മൻ ലൈസ കദാലിക്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരുപാട് സംസാരിക്കുന്നവൻ സംസാരിക്കാത്ത ഒരാളെക്കാളും ഇൽമുള്ളവനാണ് എന്ന് മനസ്സിലാക്കരുത്. ഇതിൽ തർക്കമില്ല, ഈ പറഞ്ഞത് ശരിയാണ്. وقد ابتلينا بجهلة من الناس يعتقدون في بعض من توسع في القول من المتأخرين أنه أعلم ممن تقدم. ചില ആളുകൾ ഇതിന് വിരുദ്ധമായി വിശ്വസിക്കുന്നത് കാണാം. ധാരാളമായി സംസാരിക്കുന്ന ചില പിൻഗാമികളെ കുറിച്ച് ഇവർ ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കാണാം. അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലുമുണ്ട്. കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയ നല്ല സാഹിത്യ ശൈലിയിൽ മനോഹരമായ ഭാഷയിൽ ദീനിനെ പറ്റി എഴുതിയിട്ടുള്ള യാതൊരു ഇൽമുമില്ലാത്ത ചില എഴുത്തുകാരെ കുറിച്ചൊക്കെ ഇവർ കഴിഞ്ഞുപോയി ഇമാമിങ്ങളെക്കാളും വലിയ പണ്ഡിതന്മാരാണ്, ഇസ്ലാമിന് ഇവരാണ് യഥാർത്ഥത്തിൽ ഖിദ്മത്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ പറയുന്ന ഈ പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ എന്ത് ഉപകാരമാണ് ദീൻ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. فمنهم من يظن في شخص أنه أعلم من كل من تقدم من الصحابة ومن بعدهم لكثرة بيانه ومقاله. സഹാബത്തിനേക്കാളും മികച്ചവനാണ് ഇവൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് വായ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ നിലപാടുകൾ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്. ഒരു സഹാബിയെ കുറ്റം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ വിശ്വസിക്കുന്ന, ഇവർ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച്, സാഹിത്യകാരനെ കുറിച്ച് പറഞ്ഞാൽ അവർ ചോദിക്കും, ഇദ്ദേഹം ദീനിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രയുണ്ട്, ഇദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്രയുണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രതിരോധിക്കും. എന്നാൽ ഈ സഹാബിയെ അവർ കുറ്റം പറയുന്ന തിരക്കേടില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് ഇതാണ്, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള വിശ്വാസം ഇതാണ്. وهذا يلزم منه ما قبله لأن هؤلاء الفقهاء المشهورين المتبوعين أكثر قولا ممن كان قبلهم. ഈ പറഞ്ഞ അവസ്ഥക്കുള്ള കാരണം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത്, അഥവാ കൂടുതൽ സംസാരിക്കുന്നവനാണ് അഅലം, കൂടുതൽ ഇൽമുള്ളവൻ എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിയായിരിക്കും. കാരണം ഈ സഹാബി സംസാരം കുറവാണ്. അതുകൊണ്ട് സംസാരമാണ് ഇൽമിന്റെ മാനദണ്ഡം എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഫലത്തിൽ എത്തിച്ചേരും. فإن هؤلاء كلهم أقل كلاما ممن جاء بعدهم. അദ്ദേഹം കുറെ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, പിൽക്കാലക്കാരെക്കാളൊക്കെ കുറഞ്ഞ സംസാരമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. وهذا تنقص عظيم للسلف الصالح وإساءة الظن بهم. ഇങ്ങനെയുള്ള വിശ്വാസം അഥവാ ഇൽമിന്റെ അടിസ്ഥാനവും മാനദണ്ഡവും സംസാരമാണെന്നുള്ളത് അത് സലഫുകളെ കുറിച്ച് ദോഷം വിചാരിക്കാൻ കാരണമാകും. വനിസ്ബത്തിഹി ലഹും ഇലൽ ജഹൽ വഖുസൂറുൽ ഇൽമി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സലഫുകളുടെ ഇൽമിനെ വില കുറച്ച് കാണിക്കാൻ അത് കാരണമാകും. വലഖദ് സദഖ ഇബ്നു മസ്ഊദ് ഫി ഖൗലിഹി ഫി സഹാബ. സഹാബത്തിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, അന്നഹും അബറുൽ ഉമ്മത്തി ഖുലൂബ. അവർ ഈ ഉമ്മത്തിൽ ഏറ്റവും ശുദ്ധമായ ഖൽബുള്ളവരാണ്. സഹാബത്തിന്റെ ഖൽബ് ഏറ്റവും ശുദ്ധമായ ഖൽബാണ്. ഹദീസിൽ വന്നതാണ്, അല്ലാഹു തആല മനുഷ്യരെ നോക്കി അവരിൽ ഏറ്റവും നല്ല ഖൽബുള്ളത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്, അദ്ദേഹത്തെ നബിയാക്കി. പിന്നീട് മനുഷ്യരെ നോക്കിയപ്പോൾ ഏറ്റവും നല്ല ഖൽബ് ഈ ഉമ്മത്തിൽ കണ്ടതിന്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ കണ്ടത് സഹാബത്തിനാണ്, അവരെ സഹാബിമാരാക്കി എന്നുള്ളത്. വഅഅ്മഖുഹാ ഉലൂമൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും ആഴത്തിൽ ഇൽമുള്ളത് സഹാബത്തിനാണ്. വഅഖല്ലുഹാ തകല്ലുഫൻ. അവരിൽ ഏറ്റവും കൃത്രിമത്വം, ജാട കുറവുള്ളത് സഹാബത്തിനാണ്. അല്ലെ, സഹാബത്തിന്റെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കൃത്രിമത്വമില്ല എന്നതിന് തെളിവായി ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. വറുവിയ നഹ്വുഹു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയ്ദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു സ്ത്രീ വിവാഹാലോചന നടത്തിയത് ഹദീസിൽ കാണാം. 3 പേര് വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഫുലാൻ അദ്ദേഹം വടി നിലത്ത് വെക്കുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അടിക്കാൻ വേണ്ടിയാണ്, അഥവാ ഭാര്യമാരെ അടിക്കുന്നവനാണ്, എപ്പോഴും കയ്യിൽ വടിയുണ്ടാകും. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് എന്നർത്ഥത്തിലാണ്. എന്തായിരുന്നാലും അങ്ങനെ ഒരു ന്യൂനത പറഞ്ഞു. ഫുലാനുൻ, സഹാബിയുടെ പേര് ഞാൻ പറയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു, സുഅലൂകുൻ ലാ മാല ലഹു. വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ്, അദ്ദേഹം ദരിദ്രനാണ്, കയ്യിൽ ഒന്നുമില്ലാത്തവനാണ്. അൻകിഹി ഉസാമ. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചുള്ളൂ. മൂന്നാമത്തെ ആൾ ഉസാമ. അപ്പൊ ഈ 3 പേരിൽ 2 പേരുടെ ഓരോ കുറവുകൾ പറഞ്ഞു കൊടുത്തു. നമ്മുടെ ഇടയിലാണെങ്കിലോ, നമ്മളൊരു അടുത്ത സുഹൃത്ത് നമ്മൾ വിവാഹം അന്വേഷിച്ചിട്ട് നമ്മളെ കുറിച്ച് ഒന്നുമില്ലാത്തവനാണ്, ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് സഹാബത്തിനിടയിൽ അറിയപ്പെട്ടു ഈ സംഭവം. അതുകൊണ്ടാണ് ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. സഹാബത്തിന് അത് കുഴപ്പമില്ല, അവർ സാദിഖ്യങ്ങളാണ്, സിദ്ഖുള്ളവരാണ്, തകല്ലുഫ് അവർക്കില്ല, കൃത്രിമത്വം എന്നത് എന്താണെന്ന് അവർക്കറിയില്ല. ധാരാളം സംഭവങ്ങൾ ഇത്തരത്തിൽ കാണാൻ സാധിക്കും. وقال ابن مسعود رضي الله عنه أيضا إنكم في زمان كثير علماؤه وقليل خطباؤه.
ഇബ്നു മസ്ഊദ് പറയുകയാണ്, നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഫുഖഹാക്കൾ ധാരാളമുണ്ട്. വഖലീലുൻ ഖുതബാഹു, ഖുതബാ കുറവാണ്, പ്രസംഗിക്കുന്നവർ കുറവാണ്. വസയതി ബഅദകും സമാനുൻ ഖലീലുൻ ഉലമാഉഹു വകസീറുൻ ഖുതബാഉഹു, പിൽക്കാലത്ത് ഒരു കാലം വരും അന്ന് ഉലമാക്കൾ കുറവും പ്രസംഗകർ കൂടുതലുമായിരിക്കും. فمن كثر علمه وقل قوله فهو الممدوح ومن كان بالعكس فهو المذموم. علم കൂടുക സംസാരം കുറയുക എന്നുള്ളതാണ് നല്ല സ്വഭാവം. وقد شهد النبي صلى الله عليه وسلم لأهل اليمن بالإيمان والفقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലുള്ള ആളുകൾക്ക് ഈമാനും ഫിഖ്ഹും ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അൽ ഫിഖ്ഹു യമാനിൻ അൽ ഇൽമു യമാനിൻ എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ വന്നിട്ടുണ്ട്. അൽ ഈമാനു യമാനിൻ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസുകളാണ്. അഹ്ലുൽ യമൻ എന്നിട്ട് ഇബ്നു റജബ് ഒരു ഇസ്തിംബാത്ത് നടത്തി, അദ്ദേഹം ഒരു ഫായിദ പറയുകയാണ്. അഹ്ലുൽ യമൻ അഖല്ലു നാസി കലാമൻ വതവസ്സുഅൻ ഫിൽ ഉലൂം, അവർക്ക് ഇൽമിയായ കൂടുതൽ സംസാരമൊന്നുമില്ല, കൂടുതൽ കിതാബുകളും കൂടുതൽ സംസാരമൊന്നും ഇല്ല. ലാകിന്ന ഇൽമുഹും ഇൽമുൻ നാഫിഉൻ ഫി ഖുലൂബിഹിം, പക്ഷെ അവരുടെ ഇൽമ് അവരുടെ മനസ്സിലാണ്, അഥവാ അമലുള്ള ആളുകളാണ്, ഈമാനുള്ള ആളുകളാണ്. വയുഅബ്ബിറൂന ബിഅൽസിനതിഹിം അനിൽ ഖദ്റിൽ മുഹ്താജ് ഇലൈഹി മിൻ ദാലിക്, അങ്ങനെ അവരുടെ ഖൽബിലുള്ള ഇൽമിൽ നിന്ന് ആവശ്യമുള്ളത് അവർ ആവശ്യമുള്ള സന്ദർഭത്തിൽ സംസാരിക്കും. വഹാദാ ഹുവൽ ഫിഖ്ഹു വൽ ഇൽമു നാഫിഉ, ഇദാ നാഫിആയ ഇൽമു എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൽ ഫിഖ്ഹു യമാനിൻ, യമനികളുടെ ഫിഖ്ഹാണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയപ്പെട്ട മദ്ഹബുകളൊക്കെ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? മാലിക്കി മദ്ഹബ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനക്കാരനാണ്. ഷാഫിഈ മദ്ഹബ്, ഇമാം ഷാഫിഈ അദ്ദേഹം ഇറാഖിലും മിസ്റിലും ഒക്കെ ആയിട്ട് ജീവിച്ച ആളാണ്. അതുപോലെ അബു ഹനീഫ റഹിമഹുല്ലാഹ് ഇറാഖിയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇറാഖിയാണ്. യമനി ആയിട്ടുള്ള ഒരു ഫഖീഹില്ല ഈ അയിമത്തിന്റെ കൂട്ടത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരാണ് അൽ ഈമാൻ യമാൻ അൽ ഇൽമു യമാൻ എന്നാണ് പറഞ്ഞത്. ഈ യമൻ എന്താണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് അത് അൻസാരികളാണ്, കാരണം അൻസാരികളുടെ അസ്ല് യമനായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന യമനും അതുപോലെ മുൻകാലത്തുണ്ടായിരുന്ന ഇന്ന് കാലത്തുള്ള ഈ ഭൂപടത്തിലുള്ള യമൻ അല്ല എന്നതിൽ തർക്കമില്ല, കാരണം അതിൽ അതിർത്തികളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഏകദേശം ഈ പ്രദേശമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. പിൽക്കാലക്കാരാണ് കൂടുതലും ഇന്നത്തെ യമനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മുൻഗാമികൾ പലരും അൻസാരികളാണ്, അതുപോലെയുള്ള മറ്റു പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത് സംസാരമായിരുന്നു എൽമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് അത് ആ പറഞ്ഞതിനെതിരാണ്. അഥവാ എൽമിന്റെ അടിസ്ഥാനം അത് ഖൽബിലാണ് എന്നുള്ളത്, അത് യമൻ എവിടെ ആയിരുന്നാലും ഇതൊരു ഹഖീഖത്താണ്. കാരണം അൽ ഈമാൻ യമാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ അൽ ഫിഖ്ഹു യമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈമാനിന്റെ അടിസ്ഥാനം അത് എൽമിന്റെ അടിസ്ഥാനം സംസാരമല്ല. ഒരാൾക്ക് ഇൽമുണ്ട് എന്ന് പറയുന്നത് സംസാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഔസും ഖസ്റജും അൻസാരികളാണ് യമനികൾ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഔസ് റഹിമഹുല്ലാഹ് താബിഈയാണ്. അതുപോലെ ഇമാം അഹ്മദ്, അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം ഇങ്ങനെയുള്ള മുൻഗാമികളൊക്കെ. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മുടെ സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.